السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سورة أنزلناها وفرضناها وأنزلنا فيها آية بينات لعلكم تذكرون. الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين. الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين. والذين يرمون المحصنات ثم لم يأتوا ب4 شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون. إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. والذين يرمون أزواجهم ولم يكن لهم شهداء إلا أنفسهم فشهادة أحدهم 4 شهادة بالله إنه لمن الصادقين. والخامسة أن لعنة الله عليه إن كان من الكاذبين. ويدرأ عنها العذاب أن تشهد 4 شهادة بالله إنه لمن الكاذبين. والخامسة أن غضب الله عليها إن كان من الصادقين. ولولا فضل الله عليكم ورحمته وأن الله تواب حكيم. السلام عليكم ورحمة الله وبركاته. وعليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. الله ربنا توفيق കൊടുത്തു. നല്ല ഒരു മക്കളുടെ പ്രോഗ്രാം അൽഹംദുലില്ലാ നമുക്ക് ചന്തതുപോലെ ആക്കിയാണ്. അതേപോലെ ഒരു സ്പീച്ചിൽ വേണ്ടിയിട്ട് നല്ലൊരു പ്രസംഗമാക്കുക വേണ്ടി സ്പീച്ച് ആക്കുക വേണ്ടിയിട്ട് അതിലെ സർദർ മഹിയുദ്ദീനെ ನಾನು ಪೋಡಿಯಂಗೆ ಇನ್ವೈಟ್ ಆಕಿರಲ್ಲ ಎಲ್ಲರೂ ಬಂತು ಜನ್ಮದ ವಿಷಯ ಪಲಕವಾರಿ ಚೊಂತಿ ಕೇಟೋಂಡು السلام عليكم ورحمة الله وبركاته. الحمد لله الذي وحده وعلى من لا نبينا بعده وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യമുള്ളതായ
സത്യവിശ്വാസിമാരെ എല്ലാ ടൈമിലും റബ്ബ് സുബ്ഹാനഹു തആല ಬೇಡ್ಚಿತ್ತಿ ಜೀವಿಕ ಚಂತು ನಂಡೆ ಮರಕಾಂಡು ನಾನು ಓರಾಡ್ತೊಟ್ಟಿಗೆ ಉಪದೇಶ ಹಾಕೊಂಡಿಲ್ಲ ವಸಿಯತ್ ಹಾಕೊಂಡಿಲ್ಲ ರಬ್ಬ್ ಸುಬ್ಹಾನಹು ತಆല ಮಾರಿಕೊಂಡವರು ಇದೇപോലെ ജീവിക്കമുള്ളതായ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കും ബഹുമാനമുള്ളതായ സത്യവിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം சொன்னതായ ഒരു ഹദീസിൽ കാണാൻ സാധ്യതയുണ്ട് ഖൈറുക്കും മൻ തഅല്ലമ ഖുർആന വഅല്ലമഹു നിങ്ങളിൽ വെച്ചിട്ട് ಯಾರು ಹೈರಾನ್ ಆರೈತಿದ್ರು ಬೆಲೆಯವರು ಬಿಸ್ನೆಸ್ ಮ್ಯಾನ್ ಐತಿಕ್ರಾನ ಅಲ್ಲಿಂಡೆങ്കിൽ ಬೆಲೆ പൈസക്കാരാണ് ಐತಿಕ್ರಾನ ಬೆಲೆ പോസ്റ്റുള്ളതായ ആലൈതിക്രാന അല്ലെണ്ടെങ്കിൽ ಬೆಲೆ ಬೆಲೆ പൊസിഷനിലുള്ളതായ ആലൈതിക്രാന ಇದರ ವಿಷಯത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖൈറുക്കും മൻ തഅല്ലമ ഖുർആന വഅല്ലമഹു നിങ്ങളിൽ ആരെങ്കിലും ഖുർആനും പഠിക്കണമെന്നും മാത്രമല്ല വഅല്ലമഹു ಅದರ ಪಡಿಪಾಠ ಯಾರ ಹೈರಾಯನು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ சொன்னது ನಂಗೆ ಕಾಣಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ പിരിസത്തെ സഹോദരന്മാരെ ഞങ്ങൾ മനസ്സിലാക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾ നോക്കുക പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പാലക്കാരന്മാർ എത്ര ആൾമാർ ഡ്രഗ്സ് പെറവരും പെണ്ണിര പെറവരും അതേപോലെ ಬೇರೆಲ್ಲಿಂದ ಹರಾಮಿ ಎತ್ತರ പെറവരും പോയത് എത്ര ആൾമാർ പോയത് ഞങ്ങൾക്ക് കാണಕ್ಕೆ സാധ്യമുണ്ട് ഞങ്ങൾ റീസെന്റ് കേട്ടതായിട്ടുള്ള ഒരു ന്യൂസ് എത്തിക്കല് സൗദിയിൽ മൈക്കാത്തെ വെച്ചിട്ട് 150 യാരത്തെ ആൾമാർ 25 നാൾ അറസ്റ്റ് ആയത് നമുക്ക് കാണാൻ സാധ്യമുണ്ട് എന്ത് രീതിക്ക് അറസ്റ്റ് ആയത് ഈ ഡ്രഗ്സ് കേസിൽ ഡ്രഗ്സ് ಸೇಲಾಕಿದ രീതിക്ക് ഞങ്ങളെ ഇതില് യാരത്തെ ഉള്ളമേ ഞങ്ങളെ ബാരിയറാക്കിക്கிறார் ഞങ്ങളെ മുസ്ലിമോട്ട് പേര് മുസ്ലിംമാരാക്കിക്கிறாർ ഇതിൽ യാര അറസ്റ്റ് ആയത് എന്ത് രീതിക്ക് ഇങ്ങനത്തെ പോകുന്നതായ കാരണം അതേ രീതിക്ക് ഖുർആൻ പഠിക്കാത്തത് കൊണ്ട് ഖുർആൻ പഠിക്കാത്തത് കൊണ്ട് തെറ്റിക്കരുത് അങ്ങ് ഈ അവസ്ഥക്ക് എത്തകളുതായ കാരണം അങ്ങനെ അപ്പ അമ്മമാർ അങ്ങ് ഖുർആൻ പഠിക്കൂ അല്ലെങ്കിൽ പഠിപ്പാട്ടകൂ അങ്ങ് ചുമ്മാ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല ಯಾರು ಇಂಪಾರ್ಟೆನ್ಸ್ ಕೊಡ್ತಾ ಏದಕ್ಕೆ ದುನಿಯಾವರ ವಿಷಯത്തിലേക്ക് ചുമ്മാ ഇമ്പോർട്ടൻസ് കൊടുത്തത് ಬೆಲೆ ಬೆಲೆ ಡಾಕ್ಟರ್ ಆಗುം ಬೆಲೆ ಬೆಲೆ ಇಂಜಿನಿಯರ್ ಆಗುം എല്ലാം നല്ല വിഷയമേ മാത്രമാ അതിലൊട്ടിಗೆ ദീന്റെ തരಬೇತಿ കൊടുക്കുന്നത് വാജിബ് ഇരിക്കരുത് ദീന്റെ തരಬೇತಿ കൊടുക്കുന്നത് കമ്പൽസറി ഇരിക്കരുത് കാരണം എന്താ വെച്ചെന്നുണ്ടെങ്കിൽ ദീന് പഠിച്ചെങ്കിൽ മാത്രം ഇരിക്കരുത് അങ്ങ് ആഖിറത്തിൽ വിജയിക്കാൻ സാധ്യമല്ലേ ഊരെ ഞങ്ങൾ ദുനിയാവിയായ പഠിപ്പ് മാത്രം പഠിച്ചിട്ട് പോയിട്ട് ഞങ്ങൾ മറിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആഖിറത്തിൽ ഞങ്ങൾക്ക് യൂസ് പണ്ടില്ല മാത്രമല്ല ഞങ്ങൾ ദീനായിട്ടും ദുനിയാവിലെ പഠിപ്പും രണ്ടും ഞങ്ങൾ പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ദീനായി പഠിച്ചിട്ട് ഞങ്ങൾ മറിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആഖിറത്തിൽ ഞങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ഉള്ളതായിട്ടുള്ളതായ ഒരു വിഷയം ഇരിക്കരുത് അള്ളാഹു ഞങ്ങൾക്ക് യാരെ എന്നു പഠിക്കുന്നുള്ളതായ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب زدنا علما الله മാർഗ്ഗത്തിൽ ഞാൻ അറബി സഹോദരന്മാർ ജീവിതത്തിലെ എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ಗಟ್ಟಿಪಿಡಿಸಿ ಜೀವಿಕೊಂಡು ಚೊಂತು ಸ್ವಂತದ ಮರಕಂಡು ನೀವು ಎಲ್ಲಾರ್ಟಿലും ವಸಿಯತ್ ಹಾಕಿವಲ್ಲ ನಸೀಹತ್ ಹಾಕಿವಲ್ಲ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತആല നമുക്കെല്ലാവർക്കും സഹായിക്കട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വഴിപാടിതാണ് മനോഹരമായിട്ടുള്ള ഒരു ആയത്തായിരുന്നു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين الله كيكريتك ومن أحسن قولا ആറുള്ളാർ ഇത്ര നല്ല പൽക്ക ചൊല്ലുക എന്തിനെ മിമ്മൻ ദആ ഇലല്ലാഹ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ വിളിക്കണം
وعمل صالحا നല്ല സൽക്കർമ്മ ആക്കുന്നതും وقال إنني من المسلمين ನಾನು ಮುಸ್ಲಿಮಿൽ പെട്ടവನು ചൊല്ലതിന് വേണ്ടി ഇത്രയും നല്ല പൽക്ക ചൊല്ലവನು വേറെ ആരുള്ളാറുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ കേക്കരെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ വിളിക്കുന്നത് അതേറ്റിക്കൊണ്ടു നമുക്കും വേണായത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ആൽമാരെ വിളിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നബിമാരും കഴിച്ചത് അത് കഴിച്ചേക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ സൂറത്തുൽ നഹ്ലിലെ 36ാമത്തെ ആയത്തിൽ നമുക്ക് പഠിപ്പാടിതണ്ട വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ വലഖദ് ബഅസ്നാ ഖണ്ഡിതമായിട്ടും ഞങ്ങൾ കടിച്ചിറ ഫീ കുല്ലി ഉമ്മത്തിൻ എല്ലാ ഉമ്മത്തും റസൂല ഓരോ റസൂൽമാരെ കടിച്ചിറ എന്ത് കഴിച്ച് അനി അബ്ദുല്ലാഹ് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് എടുക്കുക വേണ്ടി വജിതനിബു ത്വാഗൂത്ത് ത്വാഗൂത്തിനെ വിട്ടുനിൽക്കുക എന്തിനാ ത്വാഗൂത്ത് ത്വാഗൂത്ത് ചൊല്ലിട്ടുണ്ട് കുല്ലു മാ ഉബിദ മിൻ ദൂനില്ലാഹി വഹുവ റാദ് അല്ലാഹുവിനെ വിട്ടിട്ട് ബാക്കി എന്തെല്ലാം ഇബാദത്ത് എടുക്കപ്പെടുന്ന വസ്തുണ്ടാ അതിക്ക് തൃപ്തി കൊണ്ടുണ്ടായെങ്കിൽ അത് ത്വാഗൂത്ത് വെച്ചേക്കാം ഇപ്പൊ ഒരാൾ ഇബാദത്ത് എടുക്കും ആ ഇബാദത്ത് എടുക്കപ്പെടുന്ന അയാൾക്ക് തൃപ്തിയുണ്ട് അയാൾക്ക് ഇഷ്ടമുണ്ട് അയാൾ ചൊല്ലുകൊണ്ട് രണ്ട് ഇബാദത്ത് എടുക്കൂ രണ്ടടിക്കടിക്ക് സഹായിക്കുണ്ടോ ആള് ചൊല്ലേണ്ടായെങ്കിൽ ആള് ത്വാഗൂത്ത് എത്തിക്കണം ഈ ക്രിസ്ത്യൻസ്മാർ നസ്രാക്കന്മാർ ഈസാ നബി വെച്ച് ദുആർക്കണം അങ്ങനെ ഈസാ നബിക്ക് അതിന് ഇഷ്ടമില്ല അത് തൃപ്തിപ്പെട്ടിട്ടില്ല ഈസാ നബി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ എഴുതിയിട്ടുണ്ട് എല്ലാ നബിമാരും എല്ലാ റസൂൽമാരും കടിച്ചിലെന്ത് അനിഅബ്ദുല്ലാഹ് അല്ലാഹുവിനെ മാത്രം വിളിച്ച് ദുആർക്കുകയും അപ്പൊ ഈസാ നബി മറ്റ് പഠിപ്പാക്കിയത് അല്ലാഹുവിനെ മാത്രം വിളിച്ച് ദുആർക്കുകയും അപ്പൊ ഈസാ നബിനെ വിളിച്ച് ദുആർക്കുണ്ടായെങ്കിൽ ഇബാദത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഈസാ നബി എന്താവില്ല ത്വാഗൂത്ത് ആവില്ല കാരണം അതിന് തൃപ്തിയില്ല അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഒരാൾ ത്വാഗൂത്ത് ആവുന്നുണ്ടായെങ്കിൽ അയാൾക്ക് ഇഷ്ടമുണ്ട് അയാൾക്ക് തൃപ്തി ഉണ്ടായെങ്കിൽ ആ വ്യക്തി ത്വാഗൂത്ത് ആവണം അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപാടി എല്ലാ നബിമാരും പഠിച്ചത് അവിടെ മാത്രം വിളിച്ച് ദുആർക്കുകയും വേറൊരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയാ 25ാമത്തെ ആയത്തിൽ അല്ലാഹു വമാ അർസൽനാ ഖണ്ഡിതമായി കടത്തിയിട്ടില്ല മിൻ ഖബലിക നിങ്ങളെക്കാട്ടി മുന്നോട്ട് ഒരു റസൂലിനെ കടത്തിയിട്ടില്ല ഇല്ലാ നൂഹി വഹി കടത്തിയതാണ് എന്തിനാ വഹി ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ ആരാധിക്കുക ഞാനല്ലാണ്ട് വേറൊരു ഇലാഹില്ല നന്റെ മാത്രം നിങ്ങൾ വിളിച്ച് ദ്വാർക്കൊള്ളു രണ്ടടിക്ക് മാത്രം സഹായം കേൾക്കൊള്ളു നിങ്ങൾക്ക് എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടടിക്ക് മാത്രം കേൾക്കൊള്ളു അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ പരിപാടി കണ്ട് അങ്ങ ഞങ്ങളെ റായത്തിൽ ഞങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇത്ര ആൾമാർ അല്ലാഹു അല്ലാത്തവരുടെ മുന്നിൽ പോയി സുജൂദ് ഇടുന്നതും തർക്കത്തമുന്നതും അതേപോലെ അല്ലാഹു അല്ലാത്തവരുടെ പോയി സഹായിക്കുന്നതും എന്റെ ഞങ്ങളെ റായത്തിൽ കാണുക സാധ്യമാണ് അങ്ങ് ചൊല്ലിട്ട് എന്തിനെ ഞങ്ങൾക്ക് അല്ലാഹുവിനോട് ഡയറക്റ്റ് കേൾക്കുകയില്ല ഞങ്ങൾ ചുമ തപ്പാക്കി ആൾമാരെ ചിത്ര അതുകൊണ്ട് ഞങ്ങൾ അതെ അല്ലാഹുവിനോട് ഒരു ശരീക്കാക്കോ ഒരു പങ്കാളിനെ വെക്കോ ഒരു പാർട്ട്ണറെ വെക്കോളൂ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ നടുവ് വെക്കോളൂ അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരെ നടുവ് വെക്കോളൂ ഞങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അല്ലാഹുവിനോട് കേൾക്കുകയാവില്ല എന്റെ ഞങ്ങളെ റായത്തിൽ ആൾമാർ ചുമടിക്കുന്നത് മാത്രമല്ല അല്ലാഹു ഖുർആനിൽ 40ാമത്തെ സൂറത്തുൽ 60ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും വഖാല റബ്ബുകും നിങ്ങളോട് ഉദ്ഊനി നിങ്ങൾ രണ്ട് വിളിച്ച് ദുആർക്കൂ അസ്തജിബ് ലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചുകൊണ്ടിരിക്കുന്നു വേറെ സൂറത്തുൽ ബഖറ അല്ലാഹു സുബ്ഹാനഹു വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് നബിയെ നന്റെ അടിമ നിങ്ങളുടെ രണ്ട് വിഷയത്തിൽ കേട്ടിട്ടായി നിങ്ങൾ ചൊല്ലർ ഫഇന്നി ഖരീബ് അവരുടെ ചൊല്ലന മുട്ടല്ല ചൊല്ലരുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ പരിപാടി തരുമ്പോൾ ഇപ്പത്തെ സമസ്ത ആൾമാരെ പരിപാടി തന്നെ ഇല്ല നമുക്ക് അല്ലാഹുവിന്റെ ഡയറക്റ്റ് കേൾക്കുകയാവില്ലാണ്ട് നമുക്ക് ഖുർആൻ ചൊല്ലുന്നത് വേണം ഏത് ഖുർആൻ ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് ഗ്രന്ഥത്തിൽ വെച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഗ്രന്ഥ
അതേപോലെ ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഈ ഖുർആൻ നിങ്ങളെ നേരായ മാർഗ്ഗത്തിലേക്ക് വിളിച്ചുകൊണ്ട് ചൊല്ലുന്നു. ആ ഖുർആൻ നിങ്ങൾക്ക് പഠിപ്പാടുകൊണ്ടിരിക്കണം. അല്ലാഹു പറയുന്നു അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, നിങ്ങൾ എന്തിനാണ് ഈ ഖുർആന്റെ വിഷയത്തിൽ ചിന്തിച്ചോണ്ടില്ല? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് വീടിട്ട് വെച്ചാൽ നോക്കിട്ട് വെച്ചാണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നത്. അങ്ങ ആ ഖുർആൻ നിങ്ങൾക്ക് പഠിപ്പാട് കണ്ടത് നിങ്ങൾ അല്ലാഹുവിനെ മാത്രം വിളിച്ച് ദുആ കൊണ്ടിരിക്കണം. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം സഹായിക്കുന്നുണ്ട്. ഖുർആൻ പഠിപ്പാടി തരുമ്പോ ഇപ്പത്തെ വേറെ കൂട്ട ആൾമാർ എനിക്ക് പഠിപ്പാടി തന്നെ ഇല്ല, എനിക്ക് ഡയറക്റ്റ് അള്ളാഹുവിനെ വിളിച്ച് ദുആ പോകാൻ സാധ്യതയില്ലാണ്ട്. അപ്പൊ ഞങ്ങൾ തീരുമാനിക്കണം, ഞങ്ങൾക്ക് അള്ളാഹു சொன்ன ആ പൽക്ക പേന ಅದಲ್ಲ, ಇವರು ಬೇರೆ ಕೂಟ ಆಲ್ಮಾರ್ ಚಂದ ಈ ಪಲ್ಕ ಬೇಡ ಚೊಂತು ನನ್ನ ನಫ್ಸರಟಿಗೆ ನಗಮೇಗೆ ಕೊಡು. ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲಾ ಅದೇ ಜಿಕರ್ ಬಡಿಬಾಡಿರು. ಅಲ್ಲಾಹು ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅದೇ ಜಿಕರ್ ಬಡಿಬಾಡಿರು. ಅಲ್ಲಾಹು ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಚೊಂದ್ರೆ ಇದಾ ಸಅಲ್ತ ಫಸ್ಅಲಿಲ್ಲಾ ವ ಇದಾ ಇಸ್ತಅನ್ತ ಫಸ್ತಅನ್ ಬಿಲ್ಲಾಹ್, ನೀನೆಂದ್ರೆ ಕೇಕರಾಂಟಾಯಿತು ಅದು ನೀನು ಅಲ್ಲಾಹುರೊಟ್ಟಿಗೆ ನೀ ಎಂದಾನ ಸಹಾಯ ಕೇಕರಾಂಟಾಯಿತು ಅದು ನೀನು ಅಲ್ಲಾಹುರೊಟ್ಟಿಗೆ ಸಹಾಯಕ್ಕೆ ಎಂದೈತಿದ್ರು ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ನನಗೆ ಬಡಿಬಾಡಿದಂತೆ. അതുകൊണ്ട് അള്ളാഹു റസൂൽ നമുക്ക് പഠിപ്പാടിതാണ്ടത് അള്ളാഹുവിനെ മാത്രം വിളിച്ച് ദുആ കൊണ്ടിരിക്കണം. അതെ എന്റെ രാത്രി വേറൊരു വിഷയത്തിൽ ചൊന്നെങ്കിൽ അങ്ങനെ ചൊല്ലുന്നതിനെ ഔലിയാക്കന്മാരെ കറാമത്ത് കൊണ്ട് നാം കേൾക്കാം. അങ്ങുള്ളതായ ആ കറാമത്തിനെ വെച്ചിട്ട് അങ്ങോട്ട് ഞങ്ങൾ ദ്വാര കാഴ്ച ചൊല്ലാണ്. നോക്കൂ, ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാടിലുണ്ട് വലിയൊരു കറാമത്തുണ്ട്. സൂറത്തുൽ ആല ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാടിലുണ്ട് വലിയൊരു കറാമത്ത് എത്തിക്കണം. ആ കറാമത്തിന്റെ വിഷയത്തിൽ അല്ലാഹു പഠിപ്പാടി നോക്കൂ. സക്കറിയ അലൈഹിസ്സലാം ഇങ്ങനെ മറിയം ബീബിയുടെ റൂമിൽ പറയുമ്പോൾ ആ സീസൺ ഇല്ലാത്ത ഫുഡ് അല്ല മറിയം ബീബിയുടെ മുട്ടുണ്ട്. അപ്പൊ സക്കറിയ അലൈഹിസ്സലാം കേൾക്കുകയും ഖാല യാ മറിയമു അന്നാ ലകി മറിയമേ ഇതെനിക്ക് എവിടുത്തേക്ക് കിട്ടിയത്, എവിടുത്തേക്ക് ഈ ഫുഡ് എനിക്ക് കിട്ടിയത് എന്ന് കേട്ടപ്പ മറിയം ചൊന്നില്ല. ഇതിനാണ് കറാമത്ത് കൊണ്ടെടുത്ത എനിക്ക് അങ്ങനെ എടുക്കുക. മറിയം ചൊന്നില്ല പേമ ಅದಕ್ಕೆ ಅಲ್ಲಾಹುವೇ ತೆಗೆದಿಟ್ಟಿರೆ ಅಲ್ಲಾಹುವೇ ತಂದರೆ ಚೊಂತು ಆರಿಗೆ ಚೊಂದ ಮರಿಯಂ ಬೀಬಿ ಚೊಂದು ಆ ಸಂದರ್ಭದಲ್ಲಿ ಬೋಲಂ ಜಕರಿಯಾ ಅಲೈಹಿಸ್ಸಲಾಂ ಎಂತಾಕಿದ್ರು ಆ ಮರಿಯಂ ಬೀಬಿಗೆ ಅಲ್ಲಾಹುವಿನ ಕೊಡುಕರಲ್ಲಿ ಆ ಕರಾಮತ್ ಕೊಂಡರು. ನನಗೆ ವಯಸ್ಸನ್ನ ಕೊಡು ಗಿಡಾವಿಲ್ಲ, ನಾನು ಅಲ್ಲಾಹುವಿಗೆ ಈ ಮರಿಯಂ ಬೀಬಿಗೆ ಗಿಡಾವಿಗೆ ಅಂತ ಚೊಂತು ಅವಳು ಅದನ್ನೆಲ್ಲ ಹಾಕಿದ್ರು ಪ್ರೇಮ. ಹುನಾಲಿಕ ದಆ ಜಕರಿಯಾ ರಬ್ಬ, ಆ ಜಕರಿಯಾ ಅಲೈಹಿಸ್ಸಲಾಂ ವಿಚ್ಚದಿ ಅಲ್ಲಾಹುವೇ ತಿಕ್ಕರು. قال رب هب لي من لدنك ذرية طيبة, صالحة സന്താനത്തെ തിക്കർ സക്കറിയ അലൈഹിസ്സലാം കേട്ടത് ഏത് സന്ദർഭത്തിൽ തിക്കർ വയസ്സായിട്ട് എനിക്കിടാവൂല ചൊന്നു കൊണ്ടായിരുന്നു ആ അല്ലാഹുവിന്റെ മേലുള്ള ആ തവക്കുൽ അത്തരം ഗಟ್ಟಿയെത്തിട്ട് സക്കറിയ അലൈഹിസ്സലാം നോക്കൂ ഇതെത്തിക്കൊണ്ട് നമുക്കും ಬೇನಾയത് ഇവർ തവക്കുൽ എത്തിക്കൊണ്ട് നമുക്കും ಬೇನಾയത് അല്ലാഹുവിനെ തവക്കുലാക്കി ഉണ്ടാകും. അല്ലാഹുവിനെ മാത്രമേ തവക്കുലാക്കി ഉണ്ടായെങ്കിൽ അതൊരു പാർട്ട്ണറെ വെച്ചിട്ടില്ല. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിരക്കാത്ത രൂപത്തിൽ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ നിരക്കാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ സഹായിക്കും. നോക്കൂ, മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നോക്കൂ. എതുപോലെ ഫിറഔന്റെ ആൾമാർ അറ്റാക്ക് ആക്കി വന്നുകൊണ്ട ഇത് രക്ഷയില്ലാണ്ട് കൊടുത്തേക്ക് ഇത് ബച്ചാവില്ലാണ്ട് കൊടുത്തേക്ക് ആ സന്ദർഭത്തിൽ ആ മൂസ നബി ആൾമാർ ചൊന്നാർ ഇന്നാ ലമുദ്റകൂൻ, മൂസ അങ്ങ് പിടിക്കപ്പെട്ട ഇന്നൊരു രക്ഷയില്ല, ഇന്നൊക്കെ രക്ഷപ്പെടുന്ന സാധ്യതയില്ല ചൊന്നപ്പോൾ മൂസ അലൈഹിസ്സലാം വെച്ചുള്ള തവക്കുലുണ്ട്. ഖാല കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, ഇല്ല നന്ദട്ടിലെ നന്ദ റബ്ബുണ്ട് അവൻ എന്താണ് തെരു കാട്ടുകൊണ്ടേച്ചിരിക്കും. മൂസ നബി ആ സന്ദർഭത്തിൽ പോലും ചൊന്നത് സഹോദരന്മാരെ എത്രയിച്ചിക്കറോടാനത് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങ് നിരിക്കാത്തത് ഒരു തെരുവ് അങ്ങ് ഓപ്പണാക്കി കൊടുത്തത്. അല്ലാഹുവിന്റെ മേൽ മാത്രം തവക്കുൽ വെച്ചുണ്ടായി, അല്ലാഹുവിന്റെ മേൽ മാത്രം തവക്കുലാക്കി ഉണ്ടായി. ഞങ്ങൾ നിരിക്കാത്ത രൂപത്തിലെത്തിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ സഹായിക്കുക. ആൾമാർ ചൊല്ലുവാർ അതെ നമുക്ക് അങ്ങനെ ആവല, ഞങ്ങൾ അത് ആൾമാരെ പാർട്ട്ണർ ആക്കോളൂ, ഔലിയാക്കന്മാരെ അമ്പിയാക്കന്മാരെ പാർട്ട്ണർ ആക്കോളൂ ചൊല്ലുത്തു ആൾമാർ ചൊല്ലുവാർ. നമുക്ക് ഈ ഖുർആൻ പഠിപ്പാടി കണ്ടത് ഖുർആൻ ചരിത്രം എടുത്തു നോക്കിയുണ്ടായെങ്കിൽ നമുക്ക് കാണുക സാധ്യമാവത്തു ഇല്ല. അള്ളാഹുവിനൊട്ടിಗೆ ಮಾತ್ರ ತವಕ್ಕುಲ್ വെച്ചിട്ട് കൊണ്ടുതെറ്റിക്കർ അങ്ങ് അല്ലാഹു സുബ്ഹാനഹു വ തആല
നല്ലൊരു തെരു കാട്ടിയതിന്റെ ചിക്കർ ഖുർആൻ നിങ്ങൾക്ക് പഠിപ്പാടുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു തൗഹീദിനെ, അതായത് ഈ തൗഹീദിനെ മനസ്സിലാക്കിയിട്ട് അത് ആൾമാർക്ക് എത്തുപാട്ടി കൊടുക്കണം. ഒന്നാമത്തേത് ഈ തൗഹീദിനെ നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലായാൽ പിന്നെ ഈ ഒരു തൗഹീദിനെ ആൾമാർക്ക് എത്തുപാട്ടി കൊടുക്കണം. തൗഹീദ് നോക്കുന്നത് അല്ലാഹുവിന്റെ വലിയൊരു നിഅമത്തായിട്ടിരിക്കണം. നോക്കൂ, മഹാനായ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അയാളുടെ കിതാബിൽ എഴുതിയിട്ടുണ്ട്, അത്തൗഹീദ് ഹുവൽ അസാസ് لجميع الأعمال. എല്ലാ അമലുകളും ബേസ് ചെയ്തിരിക്കുന്ന തൗഹീദ്. ഏതൊരു അമലാകുമ്പോൾ നിനക്ക് ആ തൗഹീദ് ചൊല്ലുന്നത് പേര് ഫലാ യഖ്ബലുല്ലാഹ് അയ്യ അമലിൻ ബിദൂനി. ഇതല്ലാത്ത ഒരു അമൽ, തൗഹീദ് അല്ലാത്ത ഒരു അമൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. അഹ്ലു തൗഹീദ്, തൗഹീദ് ആൽമാർ ഹും അഹ്ലു സആദ. അത് കൊസിർ ആൽമാരെ ഇത്തിഖാർ ഫി ദുനിയ വൽ ആഖിറ. ദുനിയാവിലും അത് കൊസിർ ആൽമാരെ ഇത്തിഖാർ, ആഖിറത്തിലും അത് കൊസിർ ആൽമാരെ ഇത്തിഖാറിന്റെ ഇത്തിഖാർ. ആര് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് എനിക്ക് പഠിപ്പാടുന്നുണ്ട്. അപ്പൊ ഈ തൗഹീദ്, ഈ ദീനിന്റെ വിഷയം പഠിക്കുന്ന ചൊല്ലുന്നത് ഞങ്ങളുടെ പേരിലുള്ള ഒരു ബാധ്യത ഇത്തിഖാർ. നോക്കൂ, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അയച്ചുന്നത്, നീ ഒന്നെന്താവണം, ദീന പഠിച്ചതായ ഒരു പണ്ഡിതനെയാവണം. ദീന പഠിച്ചതായ ഒരു പണ്ഡിതനെയാവണം. ഇനി അതും ആയില്ല, ദീന പഠിക്കുന്നതായ ഒരാളിന്റെ ദീന പഠിക്കുന്നതായ ഒരാളാവണം. ഇനി അതും സാധിച്ചിട്ടാണ് ദീനിന്റെ വിഷയത്തിൽ അല്ലാഹുവിന്റെ വിഷയത്തിൽ കേൾക്കുന്നതായ ആലായങ്ങൾ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പരിപാടി കാണാൻ സാധ്യത. അതിൽ പിന്നെ നീ ഈ മുഴുവനല്ലാത്തത് നാലാമത്തെ ഒരാൾ നീ നാവുകുത്തീറ, നീ നശിച്ചു പോട്ടെ, നീ നഷ്ടക്കാലത്തിൽ പഠിപ്പാടുന്നുണ്ട്. അല്ലെ, നമുക്ക് ദീന പഠിക്കുന്നു, ഈ തൗഹീദിന്റെ വിഷയത്തെ പഠിക്കുന്നത് ആഗ്രഹമുള്ളൂ, ദീന പഠിക്കുന്നത് ആഗ്രഹമുള്ളൂ. ആഗ്രഹം കൊണ്ടിട്ട് നമുക്ക് ഒഴുക്കത്തും ദീന പഠിക്കുക സാധ്യമല്ല. കാര്യം ആഗ്രഹം മാത്രമല്ല ദീന പഠിക്കുക വേനായത് അതുപോലെ ത്യാഗം നമുക്ക് വെറുക്കുന്നു. ദീന പഠിക്കുക ആഗ്രഹം മാത്രമേ നിങ്ങൾക്ക് ദീന പഠിക്കുക ആഗ്രഹം മാത്രമേ ഈ ദുനിയാവിലൊരു ജാഹിലു വിക്കലാക്കി. കാരണം എല്ലാവർക്കും ഇഷ്ടത്തിനെ നാളെ ദീന പഠിക്കൊണ്ട് നാളെ നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആഗ്രഹം കൊണ്ടതല്ല നമുക്ക് ദീന പഠിക്കുക. പിന്നെ അതുകൊണ്ട് ത്യാഗം, അതുകൊണ്ട് പരിശ്രമം ഞങ്ങൾ വരും. അതേറ്റിക്കുന്ന മഹാന്മാരെ ചരിത്രത്തിൽ നമുക്ക് കാണുക സാധ്യത. ബുഖാറ ചുമത്തുള്ളിലെ ആ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചതായ മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ ഇബ്നു ഇബ്രാഹിം അൽ ബർദസ്ബാ അൽ ബുഖാരി, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ചരിത്രത്തിൽ നോക്കിയാൽ കാണുക സാധ്യത. 10ാമത്തെ വയസ്സിൽ വെച്ചിട്ട് അയാൾ മക്കത്തിന് പോയി അള്ളാഹുവിനെ ദീന പഠിക്കുക വേണ്ടിയിട്ട്, അള്ളാഹുവിനെ ദീന പഠിക്കുക വേണ്ടിയിട്ട് 10ാമത്തെ വയസ്സിൽ പ്രായപ്പെട്ടിട്ട് അകപ്പെട്ടിട്ട് കുടുംബത്തിൽ പെട്ടിട്ട് അള്ളാഹുവിനെ ദീന പഠിക്കുക വെച്ചിട്ട് മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് പോയത് എത്ര ചാകികൾ യാത്രയാക്കിയിട്ട് അള്ളാഹുവിനെ ദീന പഠിക്കുക. മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അയാൾ ദീന പഠിക്കുക വേണ്ടിയിട്ട് 2000 കിലോമീറ്റർ വെച്ചിട്ട് അയാൾ യാത്രയാക്കിയത്. 2000 കിലോമീറ്റർ. എപ്പ ഇന്നത്തെ ഒരു വെഹിക്കൽ ഇല്ല, നല്ലൊരു കാറില്ല, ബൈക്കില്ല. ഈ ആ ഒരു ടൈമിൽ പോലും അള്ളാഹുവിനെ ദീന പഠിക്കുക വേണ്ടിയിട്ട് അയാൾ റെഡിയായിട്ട് അയാൾ പോയിട്ട് എന്തെങ്കിലും ആ ദീന പഠിച്ചെന്ന് മാത്രമേ നാളെ നമുക്ക് വിജയിക്കുക സാധ്യത നമുക്ക് പിടിയുണ്ട്. മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി അയാൾ ഒരു ഹദീസ് പഠിക്കുകയും മദീനത്തിൽ വിശ്രമത്ത് പോയിട്ട് ഒരു തിങ്കളേക്ക് അയാൾ യാത്രയാക്കി. കാരണം ഒരു ഹദീസ് പഠിക്കുന്നു, ഒരു ഹദീസ് പഠിക്കുന്നു അയാൾ യാത്രയാക്കിയത് ഒരു തിങ്കളേക്ക്. നോക്കൂ, ഈ മഹാന്മാരെ ചരിത്രത്തിൽ നോക്കിയിട്ടുണ്ടായി, സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ നോക്കിയിട്ടുണ്ടായി. അങ്ങനെ ഒരു ദീന പഠിക്കുകയും അങ്ങ് എത്ര യാത്രയാക്കിയാൽ, എത്ര പൈസ വെച്ചാൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ മിമ്പർ ആയിഷ റളിയല്ലാഹു അൻഹയെ ഔത്തരനാണ്. ഇതാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബോധ കെട്ടു പോകുന്നു. സഹാബത്തുകൾ ഓടിയാണ്. എന്നേക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സംഭവിച്ചു വെച്ച് നോക്കുകയാണ്. അവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബോധ കെട്ടു പോകുന്നു. സഹാബത്തുകൾ വിളിച്ചാൽ അബൂ ഹുറൈറക്ക് രോഗം എത്തിക്കോ. അങ്ങനെ അബൂ ഹുറൈറ ബോധ കെട്ടു പോകുന്നു. സഹാബത്ത് വിളിച്ചാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലിയിരിക്കുന്നു, വമാ ബി വമാ ഹുവ ഇല്ലാ സഹാബ രോഗ അല്ല. സഹാബ നമുക്ക് ബൈക്കിൽ ആ പസിതടിയ ഗാവായിട്ട്
നാളെ ബോധം കിട്ടും പോകുന്ന സ്വഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ നടന്ന് ആ റസൂലിന്റെ ചൊല്ലിലിത്രതായ ആ മണിമുത്തിന് ആ ഒരു നോളജ് ആ ഒരു ഇൽമ എടുക്കുകയും റസൂലിന്റെ വെറുതെ പോയ അതെ ആ വേറെ സന്ദർഭത്തിൽ ഫുഡ് ഇല്ലാത്ത പൈത്തിക്ക് തിന്ന ഫുഡ് ഇല്ലാത്ത അങ്ങനെ പൈച്ചിട്ട് ആ മസിദയുടെ നാവായിട്ട് നാളെ ബോധം കിട്ടും പോകുന്ന സ്വഹാബ ചൊല്ലിച്ചു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന ചരിത്രം നമുക്ക് പഠിപ്പാടുന്നുണ്ട്. നോക്കൂ, ഈ സ്വഹാബത്തെല്ലാം അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്നു, അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്നു, വന്നൊരു ത്യാഗം ചെയ്തിട്ട് ഞങ്ങൾ അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്നു. എത്ര ത്യാഗാക്കിയ, എത്ര യാത്രകൾ പോയ, എത്ര പൈസ വെച്ച അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്നു, അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്നു, അല്ലാഹു റസൂലിന്റെ ഹദീസ് പഠിക്കുന്നു. എത്ര യാത്രകളാക്കിയ ചോദിച്ചു ഓരോരുത്തരും റസൂലിനെ കേൾക്കുന്നു. അതുകൊണ്ട് ഇവർ ദീൻ പഠിച്ചാൽ പിന്നെ ഞങ്ങളുടെ മേലുള്ള ബാധ്യത അതെ ഈ ദീനിന്റെ ആൾമാർക്ക് എത്തുപാടി കൊടുക്കുന്ന സ്വത്തുള്ളത്. ആൾമാർക്ക് ഇവർ തൗഹീദ് മനസ്സിലാക്കിയാൽ പിന്നെ ആൾമാർക്ക് എത്തുപാടി കൊടുക്കുന്ന സ്വത്തുള്ളത് ഞങ്ങളുടെ മേലുള്ള ഒരു ബാധ്യത എത്തിക്കണം. ആ ആൾമാർക്ക് എത്തുപാടി കൊടുക്കുമ്പോ ഞങ്ങൾക്ക് പ്രയാസപ്പെടും, ഞങ്ങൾക്ക് സ്വന്തം കഷ്ടപ്പെടും. ആൾമാർ നിങ്ങളെ വിട്ടുപോ ഇത് അവളത്തെ സ്വത്തുള്ളത്. ആൾമാർക്ക് ദീനത്തുപാടി കൊടുക്കുന്ന സ്വത്തുള്ളത്. അതെ ആൾമാർക്ക് ദീനത്തുപാടി കൊടുക്കുമ്പോ ഞങ്ങളെട്ടിക്ക് മുന്നേറാൻ ഞങ്ങളെ കുടുംബ ഞങ്ങളെട്ടിക്ക് അസത്തിലേക്ക് ഞങ്ങൾ അങ്ങനെക്ക് വന്നിട്ട് ബിസിനസ് ആക്കി വന്ന ആൾമാർ നാളെ പിന്നെ ഞങ്ങളെട്ടിക്ക് ബിസിനസ് ആക്കോ പറയാൻ അല്ലാഹുവിന്റെ വിഷയത്തിലെ പരിപാടി കൊടുക്കുമ്പോ ഞങ്ങളെല്ലാം ദൂരാവാറ് ആ ഒരു ദഅവത്തിനെ ഞങ്ങൾക്കും വിട്ടുകൊടുക്കുക തീരാ. ഒരു ദഅവത്ത് ചൊല്ലുന്നത് ജനറക്കാർക്ക് സുന്നത്ത് നിശ്ചയിക്കുന്ന പോലല്ല. അതൊക്കെ ചുമ കഷ്ടങ്ങൾക്ക് നേരിടേണ്ടി വരും, ചുമ പ്രയാസങ്ങൾക്ക് നേരിടേണ്ടി വരും. ആ സന്ദർഭത്തിൽ സബർ ചൊല്ലുന്നത് ഞങ്ങളെട്ടിക്ക് ഇക്കൊള്ളു. എല്ലാ സഹാബിമാരെ ചരിത്രം എടുത്തു നോക്കിയാൽ കാണും സാധ്യ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു അയാൾ ഒരു അടിമയുടെ സന്ദർഭത്തിൽ ആ അടിമനെ ഏതാ ഓദർ അയാളുടെ വിശ്വത്തിന് നീന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് എടുക്കുക. അവരുടെ ഒരു പാർട്ട്ണർ ആക്കോട് ചൊല്ലപ്പ ഇല്ല. ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു ഇല്ല, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല് അല്ലാഹുവിനെ മാത്രമേ ഇബാദത്ത് ചൊല്ലപ്പ മരുഭൂമിയിൽ ഗർഭാടിച്ച് ആ പെച്ചുള്ളതായ ആ മരുഭൂമിയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഗർഭാടിച്ച് വലിയൊരു കല്ല് ബിലാൽ റളിയല്ലാഹു അൻഹു മേൽ വെച്ചിട്ട് അയാൾ ആ മരുഭൂമി വലിച്ചു കൊണ്ടിരിക്കുന്നു. ആ സന്ദർഭത്തിൽ ആ ബിലാൽ റളിയല്ലാഹു അൻഹു വായിൽ നിന്ന് വന്നതായ ഒരു ശബ്ദം അഹദ് അഹദ് അല്ലാഹു ഏകനായിത്തീര. അവളല്ലാത്ത ഒരുത്തരവരും ഞാൻ സുജൂദിന് തയ്യാറില്ല, അവളല്ലാത്ത ഒരുത്തരവരും ഞാൻ സഹായിക്കാൻ ഞാൻ തയ്യാറാവില്ല, അവളല്ലാത്ത ഒരുത്തരവരും എന്റെ കഷ്ടത്തിനാണ് ചൊല്ലുക ഞാൻ തയ്യാറാവില്ല. ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന ചരിത്രം നമുക്ക് പഠിപ്പാടുന്നുണ്ട്. ഈ സ്വഹാബത്തെല്ലാം അല്ലാഹുവിന്റെ ദീൻ എത്തുവാട്ടുമ്പോ അല്ലാഹുവിന്റെ ദീൻ ആൾമാർക്ക് പഠിപ്പാടി കൊടുക്കുമ്പോ ചൊല്ല പ്രയാസം നേരിടേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷം അൽ അമീൻ ചൊല്ലിച്ചു ആൾമാർ നരോട് അറിയപ്പെട്ടത് എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭാര്യ ഇഷ്ടാക്കി വന്നാൽ നബിയുടെ ഭാര്യ ഇഷ്ടാക്കി വന്ന ആൾമാരെ മക്കത്തെ ആൾമാർ 40 വർഷം ഉപവത്തിൽ കിട്ടിയാൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ ബന്ദാക്കി കിടക്കുന്ന ആളെ നിങ്ങൾ എച്ചുപോയി ആൾമാർക്ക് താക്കീതാക്കോ ചൊല്ലു. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തെ ആൾമാരെ വെച്ചിട്ട് ഒരു മുദ്ദര മേൽ നിന്നിട്ട് ആൾമാരെ ചൊല്ലിത്തിക്കർ നിങ്ങൾ ഈ ஒரு சுழற்சியில அட்டாக் ஆகும்னு சொல்லிட்டு நீங்க நம்புவார சொல்லி கேட்டப்ப ஆல்மார் சொன்னார் முஹம்மது நீ சொன்னத நம்ப நிப்போமா நீ ஒருக்க கதவு சொல்ற ஆல்மார் கேட்டார். ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் சொன்னது லா இலாஹ இல்லல்லாஹ் അല്ലാഹു അല്ലാഹു നേരിട്ടുള്ള വേറൊരു ഇലാഹില്ല, അവരുടെ മാത്രമേ സുജൂദ് അവരുടെ മാത്രമേ സഹായിക്കൂ ചൊല്ലപ്പ അതേ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട് അബൂ ലഹബ് എച്ചിന്റെ ചൊല്ലിട്ട് തബ്ബൽ ലക യാ മുഹമ്മദ് അലി ഹാദാ ജമഅതനാ മുഹമ്മദ് നിക്ക് നാശ നീ ഇതിക്കാണ് നിങ്ങളോട് വെട്ടിയിൽ കൂട്ടിയിട്ടുണ്ട് എച്ചിക്കറും ആര് കേൾக்கிறேன் അബൂ ലഹബ് കേൾக்கிறேன். നോക്കൂ സഹോദരന്മാരെ, അത്ര പരിസരത്തിലുള്ളതായ ആ ഒരു ആൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാവരും ദൂരാക്കിയാണ്. ലാസ്റ്റമായി ചുനൂർ ചൊല്ലിച്ചാർ, സാഹിബ് ചൊല്ലിച്ചാർ, കസാബ് ചൊല്ലിച്ചാർ. ഇതെല്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞാൽ നോക്കൂ ഇവർ ദഅവത്ത് ആൾമാർക്ക് എത്തുപാടി കൊടുക്കുമ്പോൾ ഇവർ തൗഹീദിന്റെ വിഷയം ആൾമാർക്ക് എത്തുപാടി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസം നേരിടേണ്ടി വരും, ഒരുപാട് കഷ്ടം നേരിടേണ്ടി
ഒരുപാട് ആ സന്ദർഭത്തിൽ സബർ ചൊല്ലുന്നത് നിങ്ങൾക്ക് വേണം. ഒരു മുഅ്മിന്റെ ക്വാളിറ്റി അതേറ്റ് രാജബൽ ലിഅംറിൽ മുഅ്മിൻ, ഒരു മുഅ്മിന്റെ വിഷയം എത്ര അത്ഭുതമായിരിക്കണം. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവർക്ക് എല്ലാ വിഷയവും ഖൈറായിരിക്കണം. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഇത് മുഅ്മിനല്ലാത്ത ഒരുത്തനും കിട്ടും. അവനക്ക് എന്താ നല്ലതായിട്ടുണ്ടായിരുന്നു, അല്ലാഹു ശുക്ർ എടുക്കണം. ഫകാന ഖൈറൻ ലഹു, അതുകൊണ്ട് ഖൈറായിരിക്കണം. വഇൻ അസാബതു ളറാഉ സബറ, അവനക്ക് കഷ്ടപ്പെട്ടുണ്ടായിരുന്നു, അവനക്ക് പ്രയാസത്തിലായി സബറ, അവൻ സബർ എടുക്കണം. ഫകാന ഖൈറൻ ലഹു, അവനക്ക് ഖൈറായിരിക്കണം. അതേ ഒരു മുഅ്മിന്റെ ക്വാളിറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പഠിപ്പാടിത്തണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കി പിന്നെ ഞങ്ങളുടെ മേലുള്ള ഒരു ബാധ്യത ഇത് ആൾമാർക്ക് എത്തുപാടി കൊടുക്കണം. ചൊത്തുള്ളത് ഇത് ആൾമാരെ എത്തുപാടി കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ തൗഫീഖ് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഞങ്ങളുടെ ബന്ധുപോയ ചെറിയ വലിയ തപ്പക അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാഫാക്കി തരട്ടെ. ആമീൻ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. ಜಜಾಕಲ್ಲಾಹು ಖೈರ್. ಕಾರ್ಯಕ್ರಮದ ಮುಂದಕ್ಕೆ ಮುಖ್ಯ ಅತಿಥಿಯಾಗಿರುವಂತಹ ಅಬ್ದುಲ್ ರಹಮಾನ್ ಕತಾರ್ ಅವರನ್ನ ಪೋಡಿಯಂಗೆ ಆಹ್ವಾನಿಸುತ್ತೇವೆ. ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدني علما. വേദിയിലുള്ള എൻ്റെ പ്രസിദ്ധ പണ്ഡിതനായ ഹാഫിസ് സ്വലാഹി അവർ, അതേകണിക്ക് മറിയം ചൊല്ലി പള്ളിയുടെ മുഖ്യ കാരണക്കാരനായ ഇസ്ഹാഖ് ഹാജി അവർ, അതേകണിക്ക് ഇതൊരു വിലപ്പെട്ട സമയത്തെ ഇതൊരു വേദിയിൽ വന്നിട്ട് എല്ലാവരും കൂടി കണിക്കത്തെ മോമിൻ മോമിനാത്തുകളെ, അതേകണിക്ക് വിദ്യാർത്ഥിനികൾ, സുബ്ഹാനല്ലാഹ്. ഇതൊരു ചെറിയൊരു പ്രായത്തില് ചെറിയൊരു സുന്ദരമായ പള്ളി. ആ പള്ളിയില് കുറഞ്ഞ ദർശനികരകത്തെ മക്കമാണ്. അതിലിപ്പോ ഒരു കിടാവിടെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ തിലാവത്താക്കിയിട്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കളും ഇതേകണിക്ക് അള്ളാഹുവിന്റെ കലാമടി സ്വന്തത്തിൽ ഓതുക എന്ന് പഠിത്താറ്. അപ്പൊ ഇവിടെ ഉസ്താദ് പറഞ്ഞ പോലെ ഇവിടുത്തെ യുവജനത്തിന് ഒരു നിർദ്ദേശം കൊടുക്കുന്നു അപേക്ഷ തന്നിട്ട് ഞാൻ അങ്ങനത്തെ വലിയൊരു പണ്ഡിതനും അല്ല, സാധാരണ വ്യക്തിയായിട്ടില്ല ഞാൻ. അപ്പൊ ഇവിടെ ചൊല്ലുണ്ടെങ്കിൽ ഇവിടെ ഇത്ര ചെറിയൊരു പ്രായത്തില് ഞങ്ങളെ കുറഞ്ഞ ആൾക്കാർ ഈ പള്ളി അള്ളാഹുടെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കോകൂ ആരാധിക്കുകയായിട്ടുള്ള കണിക്ക് തീർപ്പായി. അതേ കണക്കിൽ മുന്നോട്ട് പോയിട്ടുണ്ടായെങ്കിൽ ആയിരക്കണക്കിൽ മക്കയും മദ്രസയും അതേ കണിക്ക് കുറെ മുദ്രസ്യമാരും പഠിപ്പാടെടുത്തോറും സ്ഥാപനം കണ്ടുകൊണ്ട് പോകുന്നു. അത് പേര് തട്ട് സുന്നി ചൊല്ലി ഒരു പേരങ്ങ് മുന്നിട്ട് പോയിട്ട് യഥാർത്ഥത്തിൽ ആ പേര് ഞങ്ങളുടെ ഭാഗത്ത് വേണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെങ്കിലും ഞങ്ങളെ ഈ ഒരു സമൂഹത്തെ വലിയൊരു സമൂഹമാക്കി മാറ്റണം. അപ്പോൾ ചൊന്നമല്ലേ ഞാൻ ഉണ്ടായെങ്കിൽ ഞങ്ങളെ മക്കൾ മാത്രം ഞങ്ങൾ ഇതൊരു ദീന്റെ ഏത് രൂപത്തിൽ പഠിക്കണോ, ഇത് എങ്ങനെ ആൾമാർക്ക് എപ്പാടി കൊടുക്കണോ ചൊല്ലി കണിക്കത്തെ ഒരു ഞങ്ങൾ ബിസയോട് മനസ്സിലാക്കുമായിട്ട് വേണം നോക്കൂ. സാധാരണ ഇവിടെ ഇപ്പൊ ഞങ്ങൾ പണ്ട് ചെറുപ്പകാലത്ത് സലഫി ആശയില്ലാത്ത ഇന്നത് ജമാഅത്ത് ഇസ്ലാം ഹിന്ദു ചൊല്ലി ഒരു പ്രസ്ഥാനം അവിടെ ഉണ്ട്. ആ സമയത്ത് സുന്നി പള്ളിയിൽ പഠിച്ച് ഞാൻ അവിടെ ഉസ്താദ്മാർ പഠിപ്പാടി തന്നെ ഞങ്ങൾക്ക് അതൊരു കൂട്ടത് അങ്ങ അള്ളാഹുടെ റസൂലിനെ സ്നേഹിക്കാത്തങ്ങ, എങ്കിലും സ്വലാത്ത് ചൊല്ലാത്തങ്ങ, ഔലിയാക്കളുടെ കറാമത്തെ എതിർക്കടങ്ങ, നാനാമത്തെ എല്ലാ ആരോപണങ്ങളുടെ മേലെ പുറത്തുള്ള ഞങ്ങളെ എന്താക്കിട്ട് ഞങ്ങളുടെ ആയുധാക്കി മാറ്റിട്ടെന്നാണ് അങ്ങനെ എതിർപ്പ് കഴിക്കും. ഞങ്ങളുടെ കൂടെ എന്തായിട്ട് വേണം അത് എനിക്ക് ആവുമ്പോൾ തീരാ ഞങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കും.
അങ്ങം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി ചൊല്ലിട്ട് വിശ്വസിച്ചിട്ട് അള്ളാഹു അല്ലാത്തവരെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള അതിന് ഒറ്റൊരടിക്കുന്ന അങ്ങനെ നീ മുശ്രിക്കല നിന്റെ ദീന് സരിയല്ല ചൊല്ലിട്ട് പോയിട്ടായെങ്കിൽ പിന്നെ ഒരു കാലത്തും അവരോട് ഞങ്ങൾ മുൻപോക്ക് അവകാശം കിട്ടില്ല. ഇത് ആദ്യം ഞങ്ങൾ പഠിച്ചു പോയിക്കോളും. ചെറുപ്പക്കാരായ ഞങ്ങൾ ഒരു ഹിക്മത്തില് ഇവിടെ ഞങ്ങളെ ഹാഫിലൂർ ഇവിടെ ബയാനാക്കിക്കൂടെ അതിക്ക് ഒരു ഹദീസ് ഇവിടെ ഓതിയിട്ട് ആയത്ത് ഓതിയിട്ട് അതും അങ്ങനെ അഹ്സനു ഖൗലൻ ആറായിട്ടിക്കണ നല്ല രൂപത്തില് ഈ ദീൻ വിളിക്കാൻ ആറായിട്ടിക്കണ ഒരു ചരിത്രമാക്കി കിട്ടിയില്ല. അത് എത്ര സത്യമാ ഗൊന്തില്ല. ഒരു മനുഷ്യ രാജാവിന് പോയിട്ട് ഭാര്യ ഉദ്രിക്തത്തിൽ പോയിട്ട് ഉണ്ടാക്കിയുള്ള ദേവത്തിനെത്തിയോള. അപ്പൊ രാജാവ് മനുഷ്യരോട് കേട്ടോല അന്ന് മനുഷ്യ നാണ് ഫിറൗന്റെ കാണ ದುಷ್ಟನಾಗಿ ಹೇಳ್ತವಲ್ಲ ಫಿರೌಂಡೆ ಕಾಣ ಫಿರೌನಿಗೆ ಗೊತ್ತುಂಟು ಎಲ್ಲರೂ ನಾನೇ ಅಲ್ಲಾಹು ಚಂದ್ರುಂಟು ಇವರೇ ಕಾಣಿಸ್ಕೊಂಡು ಅವನೇ ಕಾಣ ದುಷ್ಟನಾಗಿ ಹೇಳ್ತವಲ್ಲ ರಾಜ ವಾರಕ್ಕೆ ಸಾಧನೆ ಬೆಳೆಸಿರಟ್ಟಿಗೆ ಅಪ್ಪ ಅವನು ಚಂದ್ರ ಇಲ್ಲ ಅದೇ ನೋಡ ಫಿರೌನ್ ಚಂದ್ರ ಅಲ್ಲಾಹು ಚಂದ್ರ ಅವನು ಹಾಕಿ ನೀನು ತಾಳದಲ್ಲಿ ಸರಿ ನೀನು ಮೂಸ ನಬಿ ಕಾಣ ಬಿಲ್ಲಿಯವರ ಆದಾಯ പോയി കേട്ടുപോല അപ്പൊ ഇല്ല മൂസ മൂസ നബിയല്ലേ ഞാൻ നബി ആവുകയായിട്ടാണ്. അപ്പൊ നീ മൂസനെ കേട്ട സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നേ ഖൗലൻ ലയ്യിന നല്ല രൂപത്തിൽ എന്താക്കി ഫിറൗന്റെ പോയി എന്താക്കി ഈ ദഅവത്തിൽ നടത്തി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഈ സമസ്തത്തെ ആൾമാർക്ക് ആരുടെ കൂടി നടക്കുമ്പോൾ എന്താ ഞങ്ങൾ നല്ല രൂപത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. ചില ഉസ്താദ്മാർ നന്നൊട്ടിಗೆ ചൊല്ലോണ്ടിരിക്കുന്നത് എന്റെ സ്റ്റേറ്റസ് എന്നാണ് സുന്നി പണ്ഡിതന്മാരെന്നാണ് കൊറിയ ചെറിയ ചെറിയ ക്ലിപ്പല്ലിട്ട് അത് ഏതായിട്ട് ആശയം അങ്ങനെ ആശയം അപ്പൊ നട്ട് കേൾക്കിടാറ് നീ എന്ത് കൊണ്ടിരിക്കുന്ന അവൻ അങ്ങനത്തെ ആശയത്തവനല്ലേ ആ ചൊല്ലെ അങ്ങനോട് കേൾക്കിടാണ്. ഇങ്ങനെ ഞങ്ങൾ ദൂരെ വെച്ചിട്ടുണ്ടായെങ്കിൽ പിന്നെ എപ്പോ ഞങ്ങൾ അടുക്കള പകരൊട്ടി ഞങ്ങൾ ഈ ദേവത്തിൽ എങ്ങനെ എത്തുവാടി കൊടുക്കണേ ചൊന്നിട്ടായെങ്കിൽ നന്റെ അങ്ങ് മറുപടി അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ചൊന്നോട്ടില്ലത് അങ്ങോട്ട് നല്ല ബന്ധം വയ്ക്കും. ഞങ്ങളുടെ കുടുംബത്തിനൊക്കെ പോയിട്ടാണെങ്കിൽ എത്രമോ ഉണ്ടല്ലോ ഖുറാഫാത്തിനെ അല്ലേ ഞങ്ങൾ ദൂരെ പോകാം അങ്ങനെ വിളിക്കലാമേ ഇല്ലേ ഞങ്ങൾ ഫംഗ്ഷൻ വിളിക്കലാമേ ഇല്ലേ അപ്പൊ ഞങ്ങൾക്ക് അങ്ങ് അവിടെ ഈ വിഷയത്തിൽ മാത്രം ഞങ്ങൾ ദൂരാക്കണേ ഒറ്റ മുസ്ലിക്കല ഞങ്ങൾ അവിടെ തീരാജുണ്ടായിട്ട് എന്റെ അഭിപ്രായം. അതുകൊണ്ട് അങ്ങോട്ട് ഞങ്ങൾ എന്താക്കണം നല്ല രൂപത്തിൽ പെരുമാറണം. ഞങ്ങൾ ദ്യാഗത്തിൽ അങ്ങോട്ട് ഹിക്മത്തിൽ ഞങ്ങൾ ചൊന്നു കൊടുത്തിട്ടു മനസ്സിലാക്കി കൊടുക്കും. അതേപോലെ ഈ ചെറിയ ചെറിയ മക്കളും നിങ്ങൾ നിങ്ങൾ ഇപ്പൊ മനസ്സിൽ കട്ടിക്കൊണ്ടുള്ള അവിടെ ആയിരക്കണക്കിന് മക്കളുണ്ടായിട്ടുണ്ടായെങ്കിൽ അങ്ങ് ആയിരക്കണക്കിന് ഞങ്ങളെ വിദ്യാർത്ഥിയും ഖുറാഫാത്തിനെയും പ്രചരിച്ചോണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ ഒരു കിടാവ് ഉണ്ടത് ഒരു തൗഹീദിലെ യഥാർത്ഥമായ ശുദ്ധ അഹ്ലുസുന്ന ജമാഅത്തിലെ കിടാവായിട്ട് വന്നിട്ടുണ്ടായെങ്കിൽ നമുക്ക് ഇതരത്തിലുള്ള ഹൈർ കാര്യമൊന്നുമില്ല. ഇതൊരു കിടാവ് നീത്ത എത്രമാ ആൾക്കാർ ദേവത്താക്കി പോകുന്നുണ്ടാവും. അതുകൊണ്ട് നിന്നോട് ചെറിയ നസീഹത്ത് നമുക്ക് ഇത്ര ചൊല്ലുന്നത് കൂട്ടത്തിൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നതാണ്. ഈ ദഅവത്ത് രംഗത്തിൽ ഒരുപാട് നമുക്ക് എന്തിന് പൈസത്തെ ആവശ്യം വന്നോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതൊരു പള്ളി നടത്തുവാനായിട്ട് ഇതിലെ ചില ചെലവ് കാര്യങ്ങൾ ഇപ്പം പിന്നെ അതേ കണിക്ക് വേറെ ഇങ്ങനത്തെ കാര്യക്രമം അങ്ങനത്തെ മക്കളെ കാര്യങ്ങൾ നിങ്ങൾ വർഷത്തോക്കി ആക്കിയിട്ട് തീരും. ഈ മക്കൾക്കും ഒരു ആഗ്രഹാശയിക്കും അവിടെ ഇപ്പൊ അങ്ങനെ പല്ലെല്ലാം നോക്കണം മൂന്നുണ്ട് ഇല്ലാത്ത എല്ലാ നമുക്ക് നബിയുടെ മേലെ ഇല്ലാത്ത എല്ലാ ചരിത്ര ചൊല്ലുപാടിയിട്ട് മക്കൾ എന്താക്കാൻ സന്തോഷമാക്കിയിട്ട് വിട്ടുകൊണ്ടുണ്ടാറ്. അതിനെ കാണി മക്കളും വ്യാജാറ് പോകും ആ മക്ക അവിടെ ഇങ്ങനെ കിട്ടുകൊണ്ടല്ലേ കിട്ടല്ലാണ്ട്. അപ്പൊ ഇങ്ങനത്തെ പരിപാടി നിങ്ങൾ വർഷത്തോക്കെങ്കിലും ഈ മക്ക ആക്കിക്കൊണ്ടിരിക്കണം. മാത്രമല്ല ഈ മക്കൾക്ക് മദ്രസക്ക് എന്തെങ്കിലും ഉറപ്പോ തിങ്ങളോർക്ക് നമ്മൾ ചോക്ലേറ്റ് അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ടു മക്കളെ മനസ്സിൽ സന്തോഷമാക്കിക്കൊണ്ടിരിക്കണു. പിന്നെ കൂട്ടത്തില് ഞങ്ങൾ ഈ ചെറുപ്പക്കാരായ ഞങ്ങൾ ബിസിനസ് ഞങ്ങളുടെ കച്ചവടത്തിലല്ലേ ഞങ്ങൾ എന്തെങ്കിലും ദിനത്തെ കൂലി ഇതിലും ഞങ്ങളെ പണ്ട് ഒരംശത്തെ അത് നിങ്ങൾ പള്ളികളെ നെയ്യത്താക്കണം. അള്ളാഹുവേ നെയ്യത്താക്കി നിങ്ങൾ അതിനെ മാറ്റി വെച്ചിട്ടുണ്ടായെങ്കിൽ നിങ്ങൾ ആരുടെ സ്വർത്തിലും നിങ്ങളുടെ ബിസിനസ്സിലും അള്ളാഹു തആല ബർക്കത്ത് നൽകുന്ന യാതൊരു സംശയവും അതിന് വേണ്ട. അതൊരു മിസാൽ നാണയായിട്ടിക്കടെ അൽഹംദുലില്ലാഹ് എന്തെങ്കിലും കച്ചവടം ഞങ്ങൾ തുടങ്ങുമ്പോൾ ഞങ്ങളെ ഗ്രൂപ്പ് ഞങ്ങൾ ഒരംശം ഞങ്ങൾ എന്താക്കണം ഞങ്ങളെ പള്ളികൾ അത് ഞങ്ങളെ അതായത് ഞങ്ങളെ ജമാഅത്തിൽപ്പെട്ട പള്ളികൾ ഞങ്ങൾ എന്താക്കണം മാറ്റി വെക്കുക. അങ്ങനെ മാറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ കച്ചവടത്തിൽ ബർക്കത്ത് മേൽ ബർക്കത്ത് ഞങ്ങൾക്ക് എന്താക്കണം നൽകുക. അതുകൊണ്ട് ഇത്ര ചൊന്നിട്ട് നിങ്ങൾ എന്റെ ബർക്കത്ത് ഞങ്ങൾ അവസാനിപ്പിക്കുക. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ ജസാകുമുല്ലാഹു ഖൈറൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ, പ്രസിദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വിശ്വസിക്കുന്ന സഹോദരന്മാർ, ആധുനിക ലോകത്ത് ഇന്ന് അത്ഭുതകരമായ ഒരു പ്രവർത്തനം ഇന്നത്തെ യുവാക്കൾ ചെറുപ്പക്കാർ
അവർ മുമ്പോട്ട് വെച്ചു. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറയുന്ന സകാത്ത്, അത് ഇന്ന് ലോകത്ത് ഉള്ള ഏറ്റവും ധനികരായിട്ടുള്ള 100 പേരുടെ ലിസ്റ്റ് എടുത്തിട്ട് അവരുടെ ഇൻകം, അവരുടെ വരുമാനത്തിന്റെ 2.5% എടുത്തു നോക്കിയാൽ ലോകത്തുള്ള എല്ലാ ദരിദ്രരായ പാവപ്പെട്ട ആൾക്കാർക്കും ജീവിക്കാമെന്ന് നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള മുസ്ലിം സഹോദരന്മാര് ഇന്നൊരു കണക്ക് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അത്ഭുതകരമാണ്. നിന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ മുസ്ലിം സഹോദരന്മാര് എവിടെ നോക്കിയാലും അവര് കൈ യാചിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ കാരണം ഈ പറയുന്ന സകാത്ത്, അതിൽ നിന്ന് നമ്മുടെ മുസ്ലിം സഹോദരന്മാര് പിന്നോട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തെ 100 സമ്പന്നരുടെ അവരുടെ 2% എടുത്താൽ ലോകത്തെ പട്ടിണി മാറ്റാമെന്ന് പറയുന്ന പരിശുദ്ധ ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന ആ ആദർശത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സമ്പത്ത്, മാൽ എന്ന് പറഞ്ഞാൽ അതിന് ഹൈർ എന്ന് അർത്ഥമുണ്ട്. ഹൈർ, ഐശ്വര്യം. അപ്പൊ ഐശ്വര്യം അള്ളാഹു ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ അത് നന്മയിൽ പ്രവർത്തിക്കുന്നവരുടെ അള്ളാഹു വീണ്ടും വീണ്ടും കൊടുക്കും. അത് തിന്മയില് പ്രവർത്തിക്കുന്ന കയ്യിൽ അവന്റെ കയ്യിലേക്ക് വീണ്ടും അള്ളാഹു കൊടുക്കുകയും. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് ഖൈർ ആകുന്ന മാൽ അത് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ചില സഹോദരന്മാര് അവർക്ക് പ്രസിദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന മേഖലകൾ സഹായിക്കുവാനുള്ള ആ സന്മനസ് അല്ലാഹു കൊടുക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഒരു വിഷയം, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ഏതൊരു കർമ്മം, നല്ലൊരു കർമ്മം ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ കൂടെ ജീവിച്ചിട്ട്, നമ്മുടെ കൂടെ ഇത്ര വർഷം ജീവിച്ചിട്ട് മരണപ്പെട്ടു പോയവരെ കുറിച്ച് നമ്മളിങ്ങനെ ഒരു 2 മിനിറ്റെങ്കിലും നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഉപ്പ നമ്മുടെ ജീവിക്കുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞ നല്ല കാര്യങ്ങൾ, ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റർ നമ്മളിൽ നിന്ന് ജീവിച്ചപ്പോൾ അവരോട് സംസാരിച്ച കാര്യങ്ങൾ, ഇങ്ങനെ നമ്മൾ ആലോചിച്ചിട്ട് അവർക്ക് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യുന്നു. നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ നന്നാകണമെങ്കിൽ അവൻ നമ്മുടെ കൂടെ ജീവിച്ച, കൂടപ്പിറപ്പായിട്ട് ജീവിച്ച അവരെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ ഏത് സമയത്തും ദുആ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ ഇവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബൈക്ക് ആക്സിഡന്റ്. അപ്പൊ അദ്ദേഹത്തിന്റെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് മാർക്കറ്റിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം കച്ചവടം ചെയ്യുന്ന എന്താണോ ആ വസ്തു വരെയും ആ മാർക്കറ്റിലുണ്ട് വേറൊരാളുടെ പക്കത്തിൽ. അതാണ് നമ്മളുടെ അവസ്ഥ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാവർക്കും വേണ്ടി നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹു നമ്മളെയും അവരെയും ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകാരാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉപദേശങ്ങൾ അതുപോലെ സ്വീകരിച്ച് പിൻഗാമിയായിട്ട് വന്ന ഉമർ റളിയല്ലാഹുവിന്റെ സദസ്സിൽ ഏറ്റവും ചെറിയ ഒരു പുത്രൻ അല്ലെങ്കിൽ ഒരു മോൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് ഏകദേശം 15 വയസ്സ് അടുത്തു. അങ്ങനെ ഒരു മോനെ, ചെറിയ കുട്ടിയെ സദസ്സിൽ ഉണ്ടാരെ ഉമർ റളിയല്ലാഹുവിന്റെ സദസ്സിൽ. അപ്പോൾ മറ്റുള്ളവർ ചിന്തിച്ചു, ഞങ്ങൾക്കും ഇതുപോലെയുള്ള മോനുണ്ടല്ലോ. അപ്പൊ ഉമർ റളിയല്ലാഹു കൊടുത്ത മറുപടി എന്താ? അത് ആരാണ് മോൻ എന്ന് നിങ്ങൾക്കറിയാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാമിലി. എങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ആ മോനെ സദസ്സിൽ ഇരുത്താനുള്ള കാരണം അത് ആ സമയത്ത് പറഞ്ഞില്ല. പിന്നീട് ഒരു അവസരത്തിൽ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന ആയത്ത് ഓതിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു സദസ്സിലിരിക്കുന്ന സ്വഹാബിമാരോട് ചോദിച്ചു, എന്താണ് ഇതിന്റെ അർത്ഥം? ആ സമയത്ത് സ്വഹാബിമാര് പല അഭിപ്രായങ്ങൾ പറഞ്ഞുവെങ്കിൽ പോലും അതൊന്നും തെറ്റല്ല. എങ്കിൽ ചെറിയ കുട്ടി 13 വയസ്സുള്ള, നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ ഈ അള്ളാഹുവിന്റെ ഭവനത്തിൽ 13 വയസ്സുള്ള മക്കൾക്ക് ഖുർആൻ ഓതിയില്ലേ, ഹദീസ് ഓതിയില്ലേ, അതുപോലെയുള്ള കുട്ടിയോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്താണ് ഇബ്നു അബ്ബാസേ ഈ സൂറത്തിന്റെ, ഈ വചനത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്,
അജല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അടുത്തു എന്ന് അറിയിപ്പിച്ച സൂറത്താണ്. ഇതാണ് ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് കാണിച്ചു തന്ന മാതൃക. നമ്മുടെ ഒരു വിഷയം ജീവിതത്തിൽ ഉണ്ടായാൽ പെട്ടെന്ന് തിരിയേണ്ടത് അവിടെ പരിശുദ്ധ ഖുർആൻ അറിയുമോ, അതിന്റെ മീനിങ് അറിയുമോ, അങ്ങനെ ഒരു സമുദായത്തെ വാർത്തെടുക്കുവാൻ വേണ്ടിയാണ് അൽഹംദുലില്ലാഹ് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ പരിപാടി ഇവിടെ ഇസ്ലാമിക് ദീനി പ്രോഗ്രാം ഇവിടെ നടത്തിയത്. അതിനു വേണ്ടി നമ്മൾ പരിശ്രമിച്ചപ്പോൾ ഇതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ഉസ്താദുമാരാകട്ടെ മറ്റു സഹോദരന്മാരാകട്ടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. അല്ലാഹു അവരിൽ നിന്നും നമ്മളിൽ നിന്നും ഈ നല്ല സത്യം സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന ഒരു വിഷയം, നമ്മുടെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് നമുക്ക് പല കാര്യങ്ങൾക്കും മാർഗദർശനം നൽകുകയും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഈ ദീനി പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഖത്തർ ഈ ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച് അവിടെ നിന്നുള്ള ഒരു ഉപദേശം നമ്മൾ സ്വീകരിക്കണം. കാരണം എന്തെന്ന് പറഞ്ഞാല് ഇത് നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാല് ഈ പള്ളിയുടെ അവസ്ഥ എന്താ? സാധാരണ പള്ളികളിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ 60 വയസ്സ് 70 വയസ്സ് അങ്ങനെയുള്ള ആൾക്കാരാണ്. ഇത് ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാർക്ക് അതുപോലെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ ഉപദേശം നമുക്ക് ആവശ്യമാണ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബ് അതുപോലെയുള്ള ചെറുപ്പക്കാർക്കുള്ള നിർദ്ദേശം നമുക്ക് നൽകുന്നതാണ്. ആ ബഹുമാനപ്പെട്ട അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഗ്ദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈഹി ومن شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما.
സത്യവിശ്വാസിമാരെ, സത്യവിശ്വാസികൾ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്നത്തെ ഞങ്ങളെ ദർശന മക്കളെ ഒരു സാംസ്കൃതിക ಕಾರ್ಯಕ್ರಮ അതിൽ പാർട്ടിസിപ്പേറ്റ് ആക്കിയ സ്റ്റുഡൻസ്മാരെ, അങ്ങനെ പേരൻസ്മാരെ, അസറിൽ പിന്നെ നിങ്ങളും ഇവിടുള്ള ചുമ്മാ സബരെടുത്ത് തീറ്റിക്കൽ ഇത്തരണ നിങ്ങളുടെ നേരെ മക്കളെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നു. ഏതെങ്കിലും ചുമ്മാ നീട്ടാണ്ട് അന്നൊട്ടിക്ക് ആവശ്യപ്പെട്ട പോലെ ഒന്ന് രണ്ട് ദീനീയത്തുള്ള നസീഹത്ത്, ദീനീപരമീയത്തുള്ള വിഷയ നീളമെന്നുള്ളൂ ചൊല്ലുന്നു എന്നാണ് ഉദ്ദേശിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനീയത്തുള്ള വിഷയ ഞങ്ങൾക്ക് പഠിക്കുമ്പം പഠിച്ചത് ജീവനത്തിൽ അമലാക്കുമ്പം തൗഫീഖ് തരട്ടെ. ആമീൻ. ഞങ്ങളെല്ലാം മുസ്ലിമീങ്ങൾ ചെന്നെങ്കിൽ ഇസ്ലാം ചൊല്ലെ ദീനീത് തൃപ്തിപ്പെട്ട ആൾമാർ. അപ്പൊ ഞങ്ങൾക്ക് എപ്പോഴും ആ ഒരു ഫഖർ ഇക്കോ ഞങ്ങൾ മുസ്ലിം രംഗാശുദ്ധല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊന്നപ്പോഴത്തെ ആയത്ത് ഇതിന്റെ സന്ദർഭത്തിൽ ഞങ്ങൾ കേട്ട ومن أحسن قولا ممن دعا إلى الله. ആറുള്ളാറ് അല്ലാഹുക്കു ബിക്കിറോണ്ടായിട്ട് നല്ല പൽക ചൊന്നോ. അതേപോലെ വഅമില സ്വാലിഹ്, സ്വാലിഹിത്തുല്ലെ അമലും ആക്കിയോ. മാത്രമല്ല വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ನಾನು ಮುಸ್ಲಿಂ ರಂಗದಲ್ಲಿ പെട്ടവനായിട്ടില്ല ചൊന്നു. അള്ളാഹുടെ മാർഗത്തിൽ വിൽക്കുന്നത് അമല സ്വാലിഹാത്താക്കുന്നത് ನಾನು ಮುಸ್ಲಿಂ ರಂಗದಲ್ಲಿ പെട്ടവനായിത്തിക്കര ചൊന്തു ചൊല്ലോണ്ടാണ്ടി ഉത്തമയിത്തുള്ള പൽക ചൊന്നോൻ ആറുള്ളാറ് ചൊന്തിരിക്കുക അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക്. ഇപ്പൊ മുസ്ലിം ചൊന്തുള്ളതിൽ നമുക്ക് അഭിമാനിക്കുന്നൊരൊട്ടിക ഇസ്ലാം ചൊല്ലുള്ള ദീന്റെ ഞങ്ങൾ കെട്ടിപ്പിടിക്കും. അപ്പൊ ഈ ദീൻ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്ന പുതിയൊരു ദീനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ മനുഷ്യത്ത് ഞങ്ങളെല്ലാവരും അബ്ബൈത്ത് ക്രിയേറ്റ് ആക്കി ആദം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുത്ത ദീനും ഇത് ഇസ്ലാം ദീനാണ്. അതിൽ ആദം നബി അലൈഹിസ്സലാമിന്റെ സന്താനത്തിൽ വന്ന എല്ലാ മനുഷ്യന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനീത്ത് സെലക്ട് ആക്കി കൊടുത്തു. ഓരോ കാലഘട്ടത്തിന് തക്കന ശരീഅത്തിൽ തെല്ല് ചേഞ്ചസ് ഇന്നെങ്കിലും ബേസിക് ആയിട്ടുള്ള വിഷയ എല്ലാ അമ്പിയാക്കന്മാരും പഠിപ്പാടിയത് ഒന്നേ ഈത്തുണ്ട് ഉച്ചത്തുള്ളതും ഞങ്ങൾ മനസ്സിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിന്റെ ദഅവത്താക്കാൻ വേണ്ടി മനുഷ്യന്മാരുടെ നടുവിലു അങ്ങനെ ഈ ദീന്റെ വിഷയം മറന്നുപോയപ്പോ അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിൽ നിന്ന് അങ്ങ് ശിർക്കിക്ക് തിരിഞ്ഞുപോയപ്പോ അന്ധവിശ്വാസത്തെ അനാചാരത്തെ പെറോടി അങ്ങ് പോയപ്പോ വ്യത്യസ്തയിട്ടുള്ള കാലഘട്ടത്തില് വ്യത്യസ്തയിട്ടുള്ള പെടുക്കത്തരത്തിൽ അങ്ങ് മുങ്ങിയപ്പ അങ്ങനെ നടുവിലു ഇന്ന് എല്ലാ താണ്ടി നല്ല മനുഷ്യന്മാരെ അമ്പിയാക്കന്മാരെ അല്ലാഹു സെലക്ട് ആക്കിയിട്ട് അങ്ങ് നുബുവത്തിനെ കൊടുത്തു, അങ്ങ് വഹീനെ കൊടുത്തു. ഈ ദീൻ എത്തുവാടി കൊടുത്തു എന്നാണ് ചൊല്ലുന്നത് ചരിത്രത്തിൽ അങ്ങ് മനസ്സിലാക്കിയിട്ടുണ്ട്. 1,24,000 അമ്പിയാക്കന്മാർ ഈ ദുനിയാവ് കടന്നു വന്നൊരാൾ ചൊല്ലുന്നത്.
അതിൽ 300 മുട്ട റസൂൽമാർ ഇന്നാലും ചൊല്ലുന്നത്. ഖുർആനിലെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പേര് മെൻഷൻ ആക്കിയത് 25 നബിമാരത് മാത്രമേ. അതിൽ ആ 25 നബിമാർ മാത്രമേ അല്ല ഈ ദീന്റെ ദഅവത്താക്കിയത്. ഞങ്ങൾക്ക് പേര് പിടില്ലാത്ത ഏതേത് കാലഘട്ടത്തിൽ മനുഷ്യന്മാർ തിരുതൊപ്പിന്ന് പോയിരാറ ആ ടൈമിലെല്ലാം ആ കാലഘട്ടത്തില് ആ പ്രദേശത്തെ ആൾമാർ ഏത് ലാംഗ്വേജ് എത്തിക്കുന്ന പൽക്ക പറഞ്ഞ ആ ലാംഗ്വേജിൽ ഞങ്ങൾക്ക് ദീനത്ത് വാടി കൊടുക്കുമ്പോൾ റസൂൽമാരെ നമ്പിയാക്കന്മാർ അല്ലാഹു കർത്തിര അക്ഷരത്തിൽ എത്തിക്കുക. ആ അമ്പിയാക്കന്മാരെ ചെയ്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയിട്ട് റസൂലുള്ളാഹി വസല്ലം ആ ಬರೋಡು ಕೂಡಿತು ಎಂಡೈತು ಚಂದುಲದು ನಂಗೆ മനസ്സിലാക്കിയിട്ടുണ്ട്. മുന്നോട്ട് പോയി അമ്പിയാക്കന്മാർ പടിപ്പാടി അതേ ദീനീതിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിന്യൂ ആയി. നോക്കൂ ഞങ്ങൾ ആലോചന ആക്കുമ്പോൾ ಬಂದು ವಿಷಯ ಇಟ್ಟಿದ್ದಾರೆ. ഓരോ നബിമാരും അങ്ങനെ കാലഘട്ടത്തിൽ ദീന്റെ ദഅവത്താക്കുമ്പോൾ കാരണം ആൽമാർ ആ ദീനിൽ നിന്ന് തപ്പിപ്പോയ സബലിത്തി വഹദാനിയത്തിലെ പടിപ്പാട്ട് പറഞ്ഞ് അമ്പിയാക്കന്മാർ അങ്ങനെ മക്കമാർ പോലും ദീനിൽ നിന്ന് തപ്പിപ്പോയ ചരിത്ര ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പടിപ്പാടുത്താണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ മറിയിച്ചു സ്വന്തം മോന് പോലും ഈമാൻ കുമറാണ്ട് ആ വെള്ളത്തിൽ മുല്ലിമരിക്കുന്ന ദിക്ർ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാണ്. ആ അമ്പിയാക്കന്മാർ അബ്ബമാർ ഉമ്മമാർ ഈവൻ പെഞ്ഞായിമാർ സ്വന്തം കുടുംബത്തെല്ലാം ഈ ദീൻ കിട്ടാൻ പേരാണ്. അതിനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ലാസ്റ്റ് റസൂൽ മുഖാന്തര ഈ ദീൻ ഈ ഉമ്മത്തിക്ക് എത്തുവാട്ടി തന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ പോലും ചുന്ന ആൾമാർക്ക് ഈ ദീൻ കിട്ടിയിട്ടില്ല. ഈ എത്തുവാട്ടി തന്നെ ദീന്റെ അനുയായിമാരായിട്ടുള്ള നങ്ങ ചൊന്തുല്ലേ അവർ ബോധ നങ്കിക്കോ അല്ലാഹു സുബ്ഹാനഹു വ തആല നങ്ക് തന്ന എല്ലാത്തിന്റെ വലിയൊരു തൗഫീഖ് എത്തിക്കുന്നത്. അതിനുള്ള ഞങ്ങളോട് മനസ്സിലാക്കുന്നത് എങ്ങനെ മുന്നാൾ കഴിഞ്ഞുപോയ കാലഘട്ടത്തില് ആൽമാർ അള്ളാഹു യഥാർത്ഥത്തിലുള്ള ദീനിൽ നിന്ന് തപ്പിപ്പോയിരാറ അതേപോലെ ഈ ഉമ്മത്തിലും ആൽമാർ ദീനിൽ നിന്ന് തപ്പിപ്പോണ്ടാറ് ചൊല്ലുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപ്പാടി യാഥാർത്ഥ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബിമാരെ ഉപദേശാക്കുമ്പോൾ അങ്ങ് ചൊല്ലുകൊടുത്ത പോലത്തെ പൽക്ക് ഇതിനൊക്കെ ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ഇഫ്തറഖത്തിൽ യഹൂദു അലാ 71 ഫിർഖ. യഹൂദിമാർ 71 ഫിർഖയിട്ട് പോയിരാണ്, 71 വിഭാഗത്തിന് പോയിരാണ്. വഫ്തറഖത്തിൽ നസാറ അലാ 72 ഫിർഖ. നസാറാക്കന്മാർ 72 ഫിർഖയിട്ട് വിഭാഗയിട്ട് ഗ്രൂപ്പായിട്ട് പോയിരാണ്. وستفترق هذه الأمة على 73 فرقة. രണ്ട് ഉമ്മത്ത് അങ്ങ് ഫിർഖയിട്ട് പോണ്ട, രണ്ട് ഫിർഖയിട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തിരിക്കുക അവിടെ മുദാരിയത്തുൽ ഫീൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ഫിർഖയിട്ട് പോണ്ട. എത്ര യഹൂദരങ്ങളാണ്ടും നസാറാക്കന്മാരാണ്ടും യാ 73 വിഭാഗം കുല്ലുഹാ ഫിന്നാർ, എല്ലാവരും നരകത്തിൽ ഇല്ല വാഹിദ, ഒരു ഫിർഖത്തെ പെട്ടിട്ടുണ്ട്. അപ്പൊ സഹാബിരങ്ങ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടാർ മൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹു റസൂൽ ആ രീതിക്കാർ ആ ഒരു വിഭാഗം സ്വർഗ്ഗത്തിൽ പോണ്ടാറ് ചൊല്ലുന്നാൽ ആ രീതിക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഐഡന്റിറ്റി ചെന്നത് അങ്ങനെ ഇന്നെ ഗ്രൂപ്പ് ഇറങ്ങ അല്ലെങ്കിൽ ഇന്നെ സംഘടന ഇറങ്ങ അല്ലെങ്കിൽ ഈ പേരിൽ അറിയപ്പെടുന്ന ചൊന്തൊന്നും അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു മൻ കാന അലാ മിത്ലി മാ അന അലൈഹി വ അസ്ഹാബി, നാനും എന്റെ സഹാബിമാരും ഏതൊരു മാർഗത്തിൽ നിന്നാറ അതേപോലെ ആരിക്കാറ അനീതിക്കാറ സ്വർഗത്തിൽ ചുറ്റും. അങ്ങനെ ദീന്റെ പരിശോധനാക്കുമ്പോൾ ആ ഒരു ബേസിലെത്തി മുസ്ലിമോ ചൊല്ലും എല്ലാവരും ഇന്ന് ദുനിയാവിൽ എത്ര മുസ്ലിം ഇറങ്ങും. ദുനിയാവില് 850 കോടി മുട്ട മനുഷ്യന്മാർ 200 കോടി വേണ്ടിയാറ് മനുഷ്യന്മാർ മുസ്ലിം ഇറങ്ങാൻ ചൊന്തയിക്കാൻ അറിയപ്പെടുന്നത്.
ಆ 200 ಕೋಟಿ ಆಲ್ಮಾರ್ ಎಲ್ಲಾರು ವಾದಂದ್ರೆ ನಂಗ ಮುಸ್ಲಿಂ ನಂಗೈತಿಗ್ರೆ ಯഥാರ್ಥದಲ್ಲ ಮುಸ್ಲಿಮ್ಸ್ ಅಲ್ಲ. ಅದು ಪರಿಶೋಧನಾ ಕೊಂಬುಲೆ ಬೇಸಂದರೆ ಆ ರೀತಿ ಯಥಾರ್ಥದಲ್ಲಿ ಮುಸ್ಲಿಮು ಚುಂಟು ಇವರು ರಸೂಲುಲ್ಲಾಹಿ ಸ್ವಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಪಾಲ್ಕೆ ಐತಿದ್ರು. ಎಂದರೆ ಮನ್ ಕಾನ ಅಲಾ ಮಿಥ್ಲಿ ಮಾ ಅನ ಅಲೈಹಿ ವ ಅಸ್ಹಾಬಿ, ನಾನು ನನ್ನ ಸಹಾಬಿನ ಇಂದ ಪೋರ್ತೆ ಮಾರ್ಗത്തിൽ ആരിക്കരാറ് അംഗീകരിക്കാറ് ആ സ്വർഗத்துக்கு പോണ്ടേ കാട്ടും. യഥാർത്ഥ ഇസ്ലാമിനെ കെട്ടിപ്പിടിക്കാറ് അംഗീകരിക്കാറ്. സഹോദരന്മാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന പൽക്ക നാനും ನನ್ನ സഹാബിന ഏതൊരു മാർഗത്തിൽ തുല്യമാണ്. ആ മാർഗത്തിൽ ആരിക്കരാറ് അംഗീകരിക്കാറ് സ്വർഗத்துக்கு പോണ്ടേ ആൾമാർ. മുന്നൽക്കല്ലി പോയ സമുദായത്തിലെല്ലാം ആൽമാർ ഫിർഖായ പോലെ ഗ്രൂപ്പ് പോയ പോലെ രണ്ട് ഉമ്മത്തിലും പോണ്ടു ചൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു. ആ ഫിർഖത്തെ സ്റ്റാർട്ടിംഗ് സ്വഹാബിമാരെ കാലഘട്ടത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിനെ അതിന്റെ വിഷയത്തിൽ എച്ചരിക്കപ്പെടുത്തുന്ന ഹദീസിൽ കാണാം. ദീർഘീയത്തുള്ള ഹദീസിലെ ഒരു ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന സീരിയസ് ആയിട്ട് സ്വഹാബിനെ ചൊല്ലാറ് നബിയെ സ്പീച്ച് ആക്കുമ്പോൾ ഒരു കമാൻഡർ അയാളെ സൈന്യത്തിന് എങ്ങനെ കമാൻഡ് കൊടുക്കാറാണ് ആ രൂപത്തിൽ ആക്കി വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബത്തിൽ ചൊന്നു തറക്തുകും അലാ മഹജ്ജത്തിൽ ബൈദാ ലൈലുഹാ കനഹാരിഹാ, നിങ്ങളാ ഇതാ ഒരു ബെൽറ്റ് റോഡിലേക്ക് ബെൽറ്റ് തെരുവിലേക്ക് നാ വിട്ടു പോണ്ടേ. ആ റോഡ് ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈലുഹാ കനഹാരിഹാ, അതിൽ ജാവു ഗോൽമന പോലെ ഐതിക്ക് വെച്ചോണ്ട് ലാ യസിഉ അൻഹാ ബഅദി ഇല്ലാ ഹാലിക്, നാശിച്ചു പോയവർ തല്ലാണ്ട് ആ തെരുവിൽ നിന്ന് തപ്പിത് പോലെ ചൊല്ലുന്നതിലേക്ക് അത്രക്കും വ്യക്തിത്വമുള്ള മാർഗം. ഏതേത് കാലഘട്ടത്തില് ഏതേത് പ്രദേശത്ത് ഏതേത് മുസ്ലിം അവനക്ക് ആ മാർഗം സ്വീകരിച്ചെങ്കിൽ വേറെ ആരും നോക്കുന്നുണ്ടില്ല. എല്ലാവരുടെയും ചില പൽക്കഥയ്ക്ക് സുന്നി, സലഫി, ജമാഅത്തെ ഇസ്ലാം, തബ്ലീഗി ജമാഅത്ത്, അതേപോലെ വേറെ വേറെ ഗ്രൂപ്പുകളെല്ലാം അറിയപ്പെടുന്ന പോലത്തെ ഇന്ന് മുസ്ലിം സമുദായം ആരെത്തിക്കാറ് ആക്കുന്നത് ശരി, ആരെത്തിക്കാറ് ആക്കുന്നത് റോങ്. സലഫിനെ ചൊല്ലാറ് അങ്ങാക്കുന്നത് കറക്റ്റ്, സുന്നിനെ ചൊല്ലാറ് അല്ല അങ്ങാക്കുന്നത് കറക്റ്റ്, ജമാഅത്ത് ഇസ്ലാമിനെ ചൊല്ല അങ്ങാക്കുന്നത് കറക്റ്റ്, തബ്ലീഗ് ജമാഅത്താണ് അങ്ങാക്കുന്നത് കറക്റ്റ്. അങ്ങ് അവിടെ ഒന്നും നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പായിട്ട് ഈ ഒരു ബേസ് തന്നെ നോക്കി ഒരു സാധാരണ ഒരു മനുഷ്യൻ അവനക്കൊരു സംഘടന വിഷയമില്ല, ഒരു സംഘടന മെമ്പർഷിപ്പ് ഓണല്ല, ഒരു സംഘടന കൂടെ അവൻ വർക്കും ആക്കി തരും. അങ്ങനത്തെ വർക്ക് പോലും പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ കണ്ടെത്തുന്ന ഒരു പോലത്തെ റൂട്ട് ഐറ്റിക്ക് തരത്തുക്കും അല മഹിജ്ജത്തിൽ ബൈദാ, നാനിങ്ങനെ വിട്ടുപോയ പോലത്തെ ബെൽത്ത് ചൊല്ലുന്നതേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി. അതിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബികളെ ഇങ്ങനെ ചൊല്ലുന്നത് വമൻ യഇശ് മിൻകും ഫസയറാ ഇഖ്തിലാഫൻ കസീറാ, നണ്ടൽ പിന്നെ നിങ്ങൾ ആര് ചെയ്യിക്കാറാ അങ്ങ ചുമ്മ ഇഖ്തിലാഫാത്തിനെ കാണാർ. ആര് സ്വഹാബികൾ നണ്ടൽ പിന്നെ നിങ്ങൾ ആര് ദുടിക്കാറാ നിങ്ങൾ ചുമ്മ ഇഖ്തിലാഫാത്തിനെ കാണാർ, വേറെ വേറെ അഭിപ്രായത്തെ കാണാർ. ആ സന്ദർഭത്തിൽ എന്താക്കണോ ഫഅലൈക്കും ബിമാ അറഫ്തും മിൻ സുന്നതി, ആ സന്ദർഭത്തില് നിങ്ങൾ കെട്ടിപ്പിടിക്കുമെന്തേ നിങ്ങൾക്ക് പിടിയില് പോലത്തെ നല്ല സുന്നത്ത് നല്ല ശരീരം കെട്ടിപ്പിടിക്കും. അവിടെ നിപ്പാടുന്നില്ല പിന്നമാ വസുന്നത്തിൽ ഖുലഫാഇ റാഷിദീൻ അൽ മഹ്ദിയീൻ, നല്ല സുന്നത്തിനെ മാത്രമല്ല പിന്നമാ ഖുലഫാഉ റാഷിദീങ്ങളെ സുന്നത്തിനെ നിങ്ങൾ കെട്ടിപ്പിടിക്കണം. നോക്കൂ, ഇനി ചരിത്രത്തിൽ നിങ്ങൾ പരിശോധന ആക്കുമ്പോൾ പോയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്താക്കുന്ന കാലഘട്ടത്തിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം சொன்ன போல முஸ்லிம் உம்மத்தில் இഖ்திலாஃபாத் ஸ்டார்ட் ஆயிட்டு சொல்லுது. ಬೇರೆ ಬೇರೆ ವಾದಿಟ್ಟು ഒരു വിഭാഗത്തങ്ങ ಬಂದಾರ ഖദർ നിഷേധിച്ചിട്ട് ഖദരിയാക്കന്മാർ ಬಂದಾರ. മുഅ്തസില വാദത്തെ ആൾമാർ ಬಂದಾರ. അതായത് അല്ലാഹുവേ കലാമിത്തുൽ ഖുർആൻ അത് അല്ലാഹുവേ മഖ്ലൂഖ് വെച്ചു അവർ വാദിക്കുന്നത്. മുർജിയാക്കന്മാർ ಬಂದಾರ. ರಜಾ വെച്ച് എത്ര പേരെ തപ്പാക്കിയെങ്കിലും ಅವನು ಮುಸ್ಲಿಮಾವ ಸ್ವರ್ಗಕ್ಕೆ ಚೊಂದರು അനന്തവാദത്താൽ. ഖവാരിജക ಬಂದಾರ. ചെറിയ അതായത് കബായിരത്തുള്ള തപ്പാറാക്കിയെങ്കിലും അവന് കാഫിറായ ചൊന്തല്ല വാദത്താൽ. ഇങ്ങനെ വേറെ വേറെ ഷിയാക്കന്മാർ ಬಂದಾರ. വേറെ വേറെ രൂപത്തില് മുസ്ലിം ഉമ്മത്തില് വേറെ വേറെ വിഭാഗന്മാർ ಬಂದಿರಾರು ചൊന്തലതെത്തി. ആ സന്ദർഭത്തിലെല്ലാം സ്വഹാബിരങ്ങ അങ്ങനൊಟ್ಟಿಗೆ ವಾದ ಹಾಕಿയത്, അങ്ങനൊಟ್ಟಿಗೆ ഡിബേറ്റ് ആക്കിയത് ഖുർആന്റെ ഹദീസിനെ മുന്നിൽ വെച്ച് തെറ്റിക്കുറിച്ചുള്ളത് നമുക്ക് കാണാൻ സാധ്യമാവും. അങ്ങ് പറഞ്ഞ പോലത്തെ ആ ആശയത്തെ ചൊന്നാർ നിങ്ങൾ ചൊല്ല പോലത്തെ ഇങ്ങനത്തെ ഒരു ആശയം ഞങ്ങൾക്ക് ഞങ്ങൾ റസൂൽ പഠിപ്പാടുന്നില്ല. റസൂൽ അനുയായിമാരിക്കുന്ന സ്വഹാബിരങ്ങളും ശ്രേഷ്ഠ സ്ഥാനമാനത്തിൽ നിന്നെ അബൂബക്കർ സിദ്ദീഖ്, ഉമർ റളിയല്ലാഹു അൻഹു, അതേപോലെ അശറത്തുൽ മുബശ്ശിരീന്റെ ആ സ്വഹാബിമാരും നമുക്ക് പഠിപ്പാട്ടാത്ത അങ്ങനത്തിൽ നിന്ന് കേൾക്കാത്ത വാദൈതിക്ക് സ്വന്തം അങ്ങനെന്താക്കിയാൽ പുതിയ പുതിയ ആശയ വരുമതുകളെല്ലാം അത് റിജക്ട് ആക്കി. അതിൽ പിന്നെ സ്വഹാബിമാരെ കാലഘട്ടത്തിൽ താബിയമാരെ, തബഉ താബിയമാരെ, ഇമാമാരെ, അതിൽ പിന്നുള്ള കാലഘട്ട ഇന്ത്യത ഞങ്ങൾ ചെയ്യിച്ചുകൊണ്ടുള്ള പോലത്തെ ഈ കാലഘട്ട പോലും ഫിത്നത്തിൽ നിന്ന് ഇഖ്തിലാഫാത്തിൽ നിന്ന് മുക്തല്ല എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കണം. വീണ്ടും എത്ര ഇഖ്തിലാഫാത്ത് കാണുന്ന സാധ്യത വേറെ വേറെ അഭിപ്രായത്തിൽ അങ്ങ് ചൊല്ലുന്നത് കറക്റ്റ്, അങ്ങ് ചൊല്ലുന്നത് കറക്റ്റ്. ഒന്നും നോക്കുകയില്ല. ഞങ്ങൾ നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു അസ്ലൈതി അവർ കൗലിതി ഏതൊരാളുടെയും ചൊല്ലുമ്പോൾ അതേ എത്തി. അതുകൊണ്ട് ആ ഒരു വിഷയം എന്താക്കുക മനസ്സിലാക്കി. ഈ ഒരു വിഷയം അതോടെ ചൊല്ലുമ്പോൾ കാരണം ഇന്ന് ഞങ്ങളുടെ സമൂഹത്തില് ശിർക്ക് ബിദ്അത്തെല്ലാം വ്യാപകമായിട്ട് സ്പ്രെഡ് ചെയ്തു. അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിനെ മാത്രമേ വിളിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരെ കറുത്ത് തിന്നാണ്ടെങ്കിൽ ആ വഹ്ദാനിയത്തിന് വിരുദ്ധമായിട്ടുള്ള പോലത്തെ അമലിത്തിട്ട് മുസ്ലിം ഉമ്മത്തിനങ്ങ ആക്കിക്കൊണ്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കണം, ആ ഉമ്മത്തിനൊട്ടിಗೆ ഞങ്ങൾ കേൾക്കും ഇസ്ലാം ചൊന്തുള്ള ദീൻ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിലെ കംപ്ലീറ്റ് ചെയ്തു. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. سورة المائدة آية 3. الله سبحانه وتعالى حجة الوداع رسول الله صلى الله عليه وسلم لاست حج അത് ഫസ്റ്റത്തെ ഹജ്ജും ലാസ്റ്റത്തെ ഹജ്ജും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ഒരു തിങ്കൾ വന്നു. റബീഉൽ അവ്വൽ വഫാത്തായിരുന്നെങ്കിൽ അതിന് മുന്നൽ കല്ലുപോയ സഫർ, മുഹറം, അതിലെ മൂന്നാമത്തെ തിങ്കളായിട്ടുള്ള ദുൽഹിജ്ജ, ആ തിങ്കൾ അവതീർണായ ആയത്തെ തിങ്കൾ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്കിതാ നിങ്ങളുടെ ദീനിനെ കംപ്ലീറ്റ് ആക്കി തന്നേരാ. അതായത് കംപ്ലീറ്റ് ആക്കി ചൊല്ലുമ്പോൾ അതില് ഇനി ആറാവട്ടൊന്ന് ಬಂತು ಎಂದ್ರಾವಟ್ಟೊಂದು ಫಿಲ್ ಆಗೋಂಗಿಲ್ಲ, ಎಂದ್ರಾವಟ್ಟೊಂದು ಕೂಟಿ ಸೇರ್ಕೋಂಗಿಲ್ಲ, ಆರಾವಟ್ಟು ಬಂದು ಅದ್ರಲ್ಲಿ ಎಂದ್ರಾವಟ್ಟೊಂದು ಡಿಲೀಟ್ ಆಗೋಂಗಿಲ್ಲ. ಅನೀತಿಕರ ಕಂಪ್ಲೀಟ್ ಆಗಿ ಅರಫರ ನಾಲ್ಕು ತಿಂಗಳು ಯೌಮ ಅರಫ ನಾಲ್ಕು ತಿಂಗಳ ಆಯ್ತು ಅವತ್ತಿಯೇ ಉಮರ್ ಇಬ್ನ್ ಖತ್ತಾಬ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಪಡಿಪಾಡ್ತಾರೆ ಆ ಆಯತರ ವಿಷಯ. ಯಹೂದಿ ಬಂತು ಉಮರ್ ಇಬ್ನ್ ಖತ್ತಾಬ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹುಗೆ ಚೊಲ್ಲಬತ್ತ ಬಲ್ಕ ಅದ ನಿಮಗೆ ಕುರ್ಆನ್ ಲಿಂಗಂತರ ಆಯತುಂಟಲ್ಲಿ اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ആ ആയത്തിൽ ഞങ്ങളെ ഈ യഹൂദി സമൂഹത്തിന് അവധിയെങ്കിൽ
ആ നാൾ ഞങ്ങൾ ഒരു ആഘോഷമാക്കാത്ത ചൊന്തൽ ഉമർ ചൊല്ലതേ ಆ ಆಯತ್ತು ಏಳ ಬಿಚ್ಚ ಅವತೀರ್ನೇರಿ ಎಪ್ಪ ಅವತೀರ್ನೇರಿ ಚೊಂದುಲದೆಲ್ಲ ಕರೆಕ್ಟ್ ನಕ್ಕಬೇಡ ಅದರ ಅರಫ ನಾಲ್ ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ಅರಫರೆ ಆ ಖುತುಬಾ ಕುಮದಕ್ಕೆ ಇದ್ದಿಗೆ ಆ ಆಯತ್ತು ರಿವೀಲ್ ಆಗ ಅದರ ನೆಕ್ಸ್ಟ್ ದುಲ್ ಹಿಜ್ಜ ಬಂದ ನಂಗೆ ಆಘೋಷನಾಲ ಇದ್ದಿಗೆ ಅಲ್ಲಾಹರ ದೀನ್ ಪೂರ್ತಿಯಾಗಿ ಅವರ ನಾಲ್ അതുകൊണ്ടു പ്രത്യേക വിഷയം അങ്ങനെടുത്ത് നോക്കും ഇന്ന് ഖബർ സിയാറത്ത് ചൊന്തുള്ള പേരിൽ നടക്കുന്ന പോലത്തെ ഓരോ ശിർക്കൻ പ്രവർത്തനം ഖബർ സിയാറത്ത് ചൊന്തുള്ളതില്ലേ ഉള്ളൂ സുന്നത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്റ്റ് അതിന് വിരോധാക്കിയിട്ട് നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ ഖബർ സിയാറത്ത് ആക്കുന്നതിന് ഞാൻ ഇത് വിരോധാക്കിയിട്ടില്ല എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ജാഹിലിയത്തിൽ നിന്ന് ആൾമാർ ഇസ്ലാമിക്ക് വന്നപ്പ അങ്ങനെ പല ആ ശിർക്കൻ വിശ്വാസ അങ്കുപാസം കടന്നു വരൂ ചൊന്തുള്ള പേരിൽ ഖബർ സിയാറത്തെ വിരോധിച്ചിട്ടുണ്ട് നിങ്ങൾ അങ്ങ് പിന്നെ ദീനെല്ലാം പഠിച്ചിട്ട് തൗഹീദെല്ലാം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി ഇനി ആ ശിർക്ക് അങ്ങ് പോവാത്ത പോലത്തെ അവസ്ഥ എത്തിയപ്പോഴത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഫസൂറുഹ ഇതാ ഇപ്പൊ നിങ്ങൾ ആ ഖബറിന്റെ സന്ദർശനം വിസിറ്റ് ആക്കുക എന്തിന് അത് നിങ്ങൾക്ക് നിങ്ങൾ ആഖിറത്തിനെ നെനപ്പാക്കാം നിങ്ങൾക്ക് നിങ്ങളെ മൗത്തിനെ നെനപ്പാക്കാം ഇന്നത്തെ ഖബർ സിയാറത്ത് അങ്ങനെ ഉണ്ടാകും ആ ഒരു ഉദ്ദേശത്തിലെ ആൾമാർ ഖബർ സിയാറത്ത് ചൊന്തുള്ള പേരിൽ പോയോണ്ടില്ലേ അല്ലല്ലോ ഞങ്ങൾക്ക് സ്പഷ്ടമായിട്ട് കാണുമ്പോൾ സാധ്യമാവും ഖബറിലുള്ള ആൾമാർക്ക് ദ്വാർപ്പം കൈത്തിക്കുന്ന ഖബർ സിയാറത്ത് അങ്ങനെ വിസിറ്റ് ആക്കുമ്പോ ആ മയ്യത്തിനെ വിസിറ്റ് ആക്കുമ്പോ ഖബറിലുള്ള ആൾമാരെ വിസിറ്റ് ആക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിക്ക് വരണോ ആരും ഞങ്ങൾ ഇതേപോലെ കിടക്കുമ്പോ ഇന്നക ഒന്നും അല്ലാണ്ട് കാലി ഒരു മയ്യത്തുമല്ല ഇനി മണ്ണിത്ത് ആ ഖബറിലുള്ള ഞങ്ങൾക്ക് ഇന്റെ ഒരു അമൽ പോലും ആക്കും കാവൂല അങ്ങനെ ഒരു ജനറക്കാത്ത നിസ്കരിക്കോട് ചൊന്നിപ്പങ്ക് മനസ്സിനെങ്കിലും നിസ്കരിക്കും കാവൂല അങ്ങനെ അമലാക്കുന്ന ടൈം അവിടെ ഉണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ചൊല്ലപോലെ തല്ലാഹി ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂർ അല്ലാഹു ഇത്തിക്ര സത്യ ഖബറിലുള്ള ആൾമാരുടെ മിത്ത് കേട്ട് നിന്നാണ്ട് നിങ്ങൾ തമന്നോ നിങ്ങൾ ആശവെക്കുക തമന്നോ അൻ ആശവെക്കാത്ത ಅಂದರೆ യൗമൻ ഫീ റമദാന്റെ ഒരു നാൾ കിട്ടും ആശവെക്കാത്ത എന്തെങ്കിൽ ഒരു നാൾ ഫായിദ അത്ര ഉണ്ടോ ചൊല്ലുന്നത് റമദാൻ നിങ്ങൾ ആക്കും കാവില്ല ഖബർ അവസ്ഥ നീത്തി അങ്ങനത്തെ ഖബറിനെ സിയാറത്താക്കുമ്പോൾ ചൊന്നരെന്തിരക്ക് നിങ്ങളെ ആഖിറത്ത് നിങ്ങൾക്ക് നെനപ്പാവും നിങ്ങളെ മൗത്ത് നിങ്ങൾ നെനപ്പാക്കും ഇന്ന് ഖബർ സിയാറത്ത് ചൊന്തുള്ള പേരിൽ നടത്തുന്ന പോലത്തെ ഓരോന്നും ആ ഒരു ഉദ്ദേശത്തിനായോണ്ടുണ്ടാ ചൊന്തുന്ന ആലോചന ആഖിറത്ത് നെനപ്പാക്കും കല്ല ആൾമാരുടെ ഖബർ സിയാറത്താക്കി ഖബറിലുള്ള ആൾമാരുടെ കേൾക്കും തേടും അങ്ങനത്തിൽ നിന്ന് ബർക്കത്തെടുക്കും ആ ഖബറിൽ സുജൂദിലും അവിടെ തവാഫാക്കും ആ ഖബറിലുള്ള ആൾമാരുടെ ഇങ്ങനെ ആവശ്യത്തെ ശുള്ളക്കൊള്ളും എത്തിക്കിട്ട് പോയാണ് അങ്ങനത്തെ ഒരു സിയാറത്ത് പഠിപ്പാട്ടി പരിശോധന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷം നബിയത്ത് നുബുവത്ത് കിട്ടിയാൽ പിന്നെ ചെയ്യിച്ചിട്ട് 13 വർഷം മക്കത്തിലും 10 വർഷം മദീനത്തിലും ആ 13 വർഷത്തിൽ 10 വർഷത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പ ഒട്ടുന്ന സ്വഹാബിരം കിട്ടിയതാ ഞങ്ങൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാമയുടെ ഖബർ മക്കത്തിലുണ്ട് ഇസ്മായിൽ നബി അലൈഹി സ്വലാം മക്കത്തിൽ ചെയ്യിച്ചാൽ അയാളെ ഖബറൊന്ന് ഞങ്ങൾ വിസിറ്റ് ആക്കും പോയി അവിടെ ഒരു ഭാഗ്യബോധം പോയി അല്ലെങ്കിൽ അവിടെ ഇസ്മായിൽ നബിയുടെ ഒരു ഹക്കജായ ബർക്കത്തിൽ ഞങ്ങൾ തേടും പോയി അല്ലെങ്കിൽ അവിടെ ദുആർക്കും പോയി ആക്കിയ ഇതെല്ലാം ആൾമാർ വേറെ വേറെ നബിമാർ ഖബർ ദുനിയാവിൽ വ്യത്യസ്ത രീതിയിലുള്ള ഭാഗത്തിൽ കണ്ടുപിടിച്ചോണ്ട് അങ്ങനത്തെ ഏതാവട്ടെ ഒരു ഖബർ നബിക്കാട് ഇതാ ഇതിനെ മുതൽ വഫാത്തേക്ക് പോയി ഇന്ന നബിയുടെ ഖബറിൽ എത്തിക്കരുത് നബി അങ്ങനത്തെ പ്രദേശത്തിലെല്ലാം സഞ്ചാറാക്കി ഷാം ദുബൈർ തബൂക്ക് ദുബൈർ ആ ഏരിയത്തിലെല്ലാം അമ്പിയാക്കന്മാർ വന്ന് ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പാണ് അങ്ങനത്തെ സന്ദർഭത്തിൽ എപ്പാ ഒട്ടു ഇതാ ഇന്നൊരു ഖബറോടുണ്ട് അവിടുന്ന് സിയാറത്താക്കി ഇങ്ങനെ പോയി ചൊന്തുള്ള രൂപത്തിൽ അങ്ങനെ കാട്ടിയത് ആ രൂപത്തിൽ സിയാറത്ത് അപ്പൊ അങ്ങനെയില്ലാണ്ടായെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കണം ഇണ്ട് അങ്ങനെ ആക്കുന്ന ആൾമാർ അങ്ങനെ ദീനിലില്ലാത്ത പുതിയ ഒരു ആചാരത്തിക്ക് ഒപ്പം വെച്ചു
ಪ್ರತಿಯೊಂದು ವಿಷಯ ನಾನು ಖಾಲಿ ಒಂದು ಜನ ಉದಾಹರಣೆ ಮಾತ್ರ ಸುಮ್ಮನೆ ದೀರ್ಘ ಇದು ಪಲ್ಕವರೆಗೂ ಟೈಮು ಇಲ್ಲ ഞങ്ങൾ നിസ്കാരം എടുത്തു നോക്കറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി ഇങ്ങനെ നിസ്കരിക്കൂ ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് നീ കണ്ടാറ ആ രൂപത്തിൽ എങ്ങനെ നിസ്കരിക്കൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയ ഒരു രൂപമുണ്ട് നിസ്കാരത്തിൽ ഇത് നാം നോക്കുമ്പോയെങ്കിൽ വേറെ വേറെ മദ്ഹബിനാൽ വേറെ വേറെ കോലത്തിൽ നിസ്കരിക്കും അങ്ങനെന്താക്കുമല്ലേ ഏതൊരു മദ്ഹബിൽ നോക്കി മദ്ഹബിൽ ഇമാമാർ ഇങ്ങനെ പഠിപ്പാടുണ്ട് അതുകൊണ്ട് ആ ഇമാമിന്റെ ഭാവമായി നിസ്കരിക്കണം അങ്ങനെ ഉണ്ടാ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചൊല്ലിയാണ് ഞാൻ വഫാത്തായി പിന്നെ ഇത്ര വർഷങ്ങളിൽ ഇന്ന ഇമാം ഇന്ന ആയത്ത് കണ്ട് കൂഫത്തിൽ ഇന്ന ഇമാം കണ്ട് അബൂ ഹനീഫ മദീനത്തിലെ ഇമാം മാലിക് കണ്ട് ഗസ്സത്തിലെ ഇമാം ഷാഫി കണ്ട് ബഗ്ദാദിലെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ കണ്ട് ഇങ്ങനെ ചൊല്ലുന്നു അങ്ങനെ വന്നതിൽ പിന്നെ നിങ്ങൾ എന്താക്കറു നിങ്ങൾ അതിൽ പിന്നെ ഓരോ ഇമാമാരെ ഫോളോ ആക്കിട്ട് നീ അങ്ങനെ ഒരു പോണു അങ്ങനെ ചൊല്ലുക ഈവൻ ഇമാമാർ ചൊല്ലുക അങ്ങനെ ചൊല്ലില്ല ഖുദ്ദു ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് വട്ടു ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ് വട്ടു ഇമാം ഷാഫി റഹിമഹുല്ലാഹ് വട്ടു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് നിങ്ങൾ ആരും ചൊല്ലില്ലേ നന്റെ നിങ്ങൾ ഫോളോ ആക്കുമോ അങ്ങനെല്ലാം ചൊല്ലുന്നതിന്റെ ഇതാ സഹൽ ഹദീഥു ഹുവ മദ്ഹബി ഒരു ഹദീത്ത് സഹീഹ് ബന്ധമായി അതേ തിരിക്കണം എന്റെ മദ്ഹബ് പല കാലഘട്ടത്തില് ഹദീസിലും ക്രോഡീകരണം നടന്നില്ല ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഇമാം അബൂ ദാവൂദ് ഇമാം നസായി ഇമാം തിർമിദി ഇമാം ഇബ്നു മാജ റഹിമഹുമുല്ലാഹ് ഇതെല്ലാം കടന്നു വന്നത് ഈ നാല് ഇമാമാരിൽ പിന്നീട് അതുകൊണ്ട് ആ ഇമാമാർക്ക് അങ്ങനെ ജീവിതത്തിൽ അങ്ങ് പഠിച്ചപ്പോ വലിയ ഹദീസ് അങ്ങ് കിട്ടാണ്ട് പോയി അപ്പൊ കിട്ടാണ്ട് പോയപ്പോ അങ്ങനെ ഇൽമൊരു ബേസിൽ അങ്ങ് വലിയ ഫത്വ കൊടുത്തിരുന്ന അല്ലെങ്കിൽ അങ്ങ് വലിയ പിന്നെ വിഷയത്തെ അങ്ങ് സ്വീകരിച്ചിരുന്ന ആയെങ്കിലും അങ്ങ് ചൊന്ന ഈ നേരത്തെ ഹദീത്ത് സഹീഹ് ബന്ധുണ്ടായാലും ഞങ്ങളുടെ അഭിപ്രായത്തിൽ എടുക്കേണ്ട അങ്ങ് ചൊന്നതാണ് ആ ഇമാമാരും ചൊന്നതാണ് അങ്ങനെ ഇണ്ട് ഞങ്ങളുടെ അവസ്ഥ ആ ഇമാമാരെ വേണമെങ്കിൽ വ്യക്തിപാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീത്തിൽ ഇങ്ങനെ ഉണ്ടോ ചെന്നെങ്കിലും പോലും നിങ്ങൾ കേട്ടോയില്ല ഇണ്ട് ഞങ്ങളുടെ പള്ളിയിലുള്ള നോമ്പെടുത്ത പള്ളിയിൽ എല്ലാ ഫർദ് നിസ്കാരത്തിലും പിന്നെ ഒരു കൂട്ടുദുവ ഇത് നടന്നുകൊണ്ടിരിക്കും ആ കൂട്ടുദുവത്തിന്റെ ദലീലുണ്ട് ഏതാവട്ടെ ഒരു ഹദീത്ത് മന്ത് ഏതാവട്ടെ ഒരു മുസ്ലിയാക്കന്മാർ അല്ലെങ്കിൽ ഉസ്താദുമാർക്ക് ഇതാ ഇന്ന ഹദീത്തിലുള്ളൂ നിസ്കാരത്തിൽ ഇങ്ങനെ കൂട്ടയിട്ട് ഞങ്ങൾക്ക് ദിക്ർ ദുവെല്ലാം ചൊല്ലാ ഒന്നും കാട്ടിയെങ്കിൽ നീ അവിടെ അക്സെപ്റ്റ് ആക്കാം അങ്ങനത്തെ അക്സെപ്റ്റ് ആക്കുന്നത് പഠിக்கிறേ ഹദീത്തിലുണ്ടായി ഞങ്ങൾ സ്വീകരിക്കണമല്ലോ സഹീഹുൽ ഹദീത്തിലുണ്ടായി അങ്ങനെ കാട്ടാറുണ്ട് ഞങ്ങൾ എടുക്കണേ പിന്നെ ഞങ്ങളെ ഇമാം അങ്ങനെ സ്പീക്കിന്റെ ഞങ്ങൾ ഉസ്താദ് ഇങ്ങനെ ചൊല്ലു ഞങ്ങൾ പോയി അങ്ങനെ ഉണ്ടുണ്ടായെങ്കിൽ അങ്ങനെ എടുക്കണം അങ്ങനെ കാട്ടുമ്പോൾ സാധ്യമാവില്ല ഇന്ന് ഫജ്ർ നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതല്ലേ പള്ളിയിൽ ഓതുക ആ ഫജ്ർ നിസ്കാരത്തിൽ ഖുനൂത്ത് ആർപ്പടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ അങ്ങനത്തെ ഒരു ഖുനൂത്ത് ഉണ്ടാ ഞങ്ങൾ പരിശോധന ആക്കും ഉണ്ടുണ്ടായെങ്കിൽ അങ്ങനെ എടുക്കണം ഇല്ലാണ്ടായ അങ്ങനെ എടുക്കണം കേൾക്കോളൂ ദലീൽ കേൾക്കോളൂ ഇങ്ങനത്തെ ഒരു ഖുനൂത്ത് ഓതുന്ന പോലത്തെ ഒരു നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും അങ്ങനത്തെ ഒരു നിസ്കാരം നിസ്കരിച്ചു ഫജ്റിൽ ഖുനൂത്ത് ഓതുന്ന വിത്തറിൽ ഖുനൂത്തിന്റെ വിഷയം വെച്ചു അതേപോലെ പ്രത്യേക വിഷയം ഞങ്ങൾക്ക് പരിശോധന ആക്കുമ്പോൾ പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി തൈറ സ്വഹാബിമാർ കാട്ടി തന്നതാണ് അതിനൊക്കെ ബേസിക് എടുക്കണം ദീൻ അങ്ങ് പൂർത്തിയാക്കിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീന്റെ പ്രത്യേക വിഷയം നമുക്ക് പഠിപ്പാട് തന്നിരിക്കുന്നത് ഈ ദുനിയാവിൽ വഫാത്ത് ചെയ്തു പോയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട് ഹദീസിൽ നമുക്ക് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു എന്തിനെ അതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് ഹദീസിൽ നമുക്ക് കാണാം ദീനീത്ത് എന്തിനുള്ള അതായത് സ്വർഗ്ഗത്തിൽ എത്തുവാനുള്ള എന്തിനുള്ള വിഷയമുണ്ട് ആ വിഷയമെല്ലാം ഞാൻ എനിക്ക് പഠിപ്പാടി തരാണ്ട് പോയി നരകത്തിൽ നിന്ന് ദൂരാഗ്രഹം എന്നുള്ള വിഷയമുണ്ട് ആ വിഷയത്തെ തൊട്ടത് നാനിക്ക് എച്ചരിക്ക തരാണ്ട് പോയിട്ടില്ല ചൊല്ലുള്ളത് ദിക്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടി അതെ ഇന്നഹു ലൈസ ഷൈഉൻ യുഖർരിബുകും ഇലൽ ജന്നതി ഇല്ലാ ഖദ് അമർതുകും ബിഹി വലൈസ ഷൈഉൻ യുഖർരിബുകും ഇലൻ നാരി ഇല്ലാ ഖദ് നഹൈതുകും അൻഹു നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് എത്തുവാനുള്ള സ്വർഗ്ഗത്തിലേക്ക് മുട്ടാകുന്ന ഏതൊരു വിഷയമുണ്ട് അതൊരു വിഷയത്തിൽ നാനിക്ക് ചൊല്ലാണ്ട് പോയിട്ടില്ല നരകത്തിൽ നിന്ന് ദൂരാഗ്രഹത്തെ ഏതുള്ള വിഷയമുണ്ട് അതിൽ തൊട്ട് നാനിക്ക് എച്ചരിക്ക തരാണ്ട് പോയിട്ടില്ല വിരോധിക്കാണ്ട് പോയിട്ടില്ല ഞങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടി തിരിഞ്ഞാവില്ല അങ്ങനെ കേൾക്കുമ്പോൾ പോലത്തെ ക്വസ്റ്റ്യൻ രീതികൾ എന്നിട്ട് ഇത് അടിസ്ഥാനപരമായിട്ട് ഒരു 4-5 വിഷയം ഞാൻ ആൾമാർക്ക് കേൾക്കാണ്ടായിരുന്നു
ഒന്നാമത്തെ വിഷയം രക്ഷയിൽ നവതി മുതൽ ആയത് യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന. ഏത് ബിദ്അത്താക്കുന്ന ആൾമാർ അങ്ങനൊട്ടിങ്ങനെ കേൾക്കണം. എന്തേ ഇതാ അനാഗ്രഹ ബിദ്അത്തിനെ കാണിച്ചു. ഈ ബിദ്അത്ത് ഇതൊരു ഇബാദത്താണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയതാണ്. അതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അത് ബന്നതാണ്. അപ്പൊ അത് ഒരു ഇബാദത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടി ചൊല്ലാണ്ടായെങ്കിൽ അത് ചൊല്ലി ഇവിടുത്തെ പഠിപ്പാട്ടി ചൊല്ലുന്ന കേൾക്കും. ദലീല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തള്ള ചൊല്ലും. പിന്നെ അത് ഇന്ന ഇമാം പഠിപ്പാട്ടി അല്ലെങ്കിൽ ഇന്ന ആൾമാരെ പഠിപ്പാട്ടി ചൊല്ലാണ്ടായെങ്കിൽ അങ്ങനെ കേൾക്കുമ്പോൾ അപ്പൊ ഈ ആയത്തിന്റെ ഖുർആന്റെ ഈ ആയത്ത് പണ്ട് ദീൻ കംപ്ലീറ്റ് ആയിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. ഇങ്ങനത്തെ ഒരു വാദം കാലത്ത് ദീൻ കംപ്ലീറ്റ് ആയിട്ടില്ല. അതിൽ പിന്നെ അതിനെ കംപ്ലീറ്റ് ആക്കിയത് വന്ന 4 ഇമാംമാരെ എത്തിക്കാറ്, അല്ലെങ്കിൽ ഇന്ന മുഹദ്ദിസ്മാരെ എത്തിക്കാറ്, അല്ലെങ്കിൽ ഇന്ന പിന്നെ ഉസ്താദ്മാരെ എത്തിക്കാറ് കംപ്ലീറ്റ് ആക്കിയ രക്ഷത്തില്ല വാദ നമുക്കുണ്ടാകും. അതുകൊണ്ടുണ്ടായെങ്കിൽ അത് ഭയങ്കര അപകടകരമായിട്ടുള്ള വാദത്തെ കുറിച്ച് മനസ്സിലാക്കും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാ നമുക്ക് പഠിപ്പാടത്തിന്റെ പോലത്തെ ഒരു കൗൽ നമുക്ക് പിന്നെ കാണാൻ സാധിക്കും. എന്ത് രീതിയിൽ ചൊല്ലേ? അതെ, ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാ ചൊല്ലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിൻത്ത് ഏതൊരു വിഷയം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാടി തന്നു. ഇനി ആറാവട്ടത്തെ മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അത്ത്, ആറാവട്ടത്തെ ഇസ്ലാമിൽ പുതിയതായിട്ടുള്ള ഒരു ബിദ്അത്ത് കൊമന്ന എങ്ങനെ കൊമന്ന യറാഹ ഹസന അവൻ അതിനെ നല്ലത് ചുറ്റുള്ള രൂപത്തിലെത്തിക്കറ്, അതിനെ കൊമന്തതിനെ ആ രൂപത്തിലെത്തിക്കറവൻ കണ്ടിട്ടായെങ്കിൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല അവൻ വാദ ഗ്രന്ഥത്തിൽ നബി തന്റെ റിസാലത്തിൽ വഞ്ചന കാട്ടിച്ചു. അതായത് നല്ലത് ചൊന്ന് അങ്ങനെ ഒന്നുണ്ടായെങ്കിൽ നബി അത് പഠിപ്പാടലാണ്, സ്വഹാബിമാർ പഠിപ്പാടലാണ്. നാല് മഹ്ശറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ പിടിച്ചിട്ട് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും ബാക്കി സ്വഹാബിമാരിലെ കേൾക്കാത്ത കണ്ടിട്ട് നബിയെ ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടല്ലേ ഞങ്ങൾ പിന്നെ ഈ ഉമ്മത്തിൽ ചൊല്ല ആൾമാർ ആക്കിക്കൊണ്ടുള്ളാറില്ല, എനിക്കെന്താ നിങ്ങൾ പഠിപ്പാടുന്നില്ല ചൊന്നെ കേൾക്കേ. അത് നമ്മൾ മനസ്സിലാക്കണം. അത്രയൊക്കെ മനസ്സിലാക്കില്ലേ ഏതൊരു വിഷയം നമ്മൾ എടുത്തു നോക്കുമ്പോൾ. അതുകൊണ്ട് സഹോദരന്മാരെ നല്ലതല്ലേ ചൊന്തുള്ള രൂപത്തിൽ പോലും നമുക്ക് ദീനിൽ ഒന്നും കുമറുക്കുള്ള റൈറ്റ്സ് ഇല്ല ചൊന്തുള്ളതിനൊക്കെ മനസ്സിലാക്കും. നമുക്ക് ആ റൈറ്റ്സ് ഇല്ല. എന്താ വെച്ചാൽ എല്ലാ നല്ലതും നല്ലതായിട്ടുള്ള എന്തെങ്കിലും അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂഫത്തില് ഖാദി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അയാൾ അറിയപ്പെട്ട ഒരു സ്വഹാബി. അയാളുടെ കൂഫത്തിൽ ഖാദിയായിരുന്ന ടൈമില് ഒരു ആൾമാർ കൂഫത്തെ പള്ളിയിൽ ഇങ്ങനെ വന്ന പള്ളിക്ക് വന്നിട്ട് അങ്ങനെ അവസ്ഥ എന്തിനെ അങ്ങോട്ടിങ്ങനെ ഒരു ഗുലിയെല്ലിട്ട് ഒരാളിങ്ങനെ ഒരിങ്ങനെ കല്ലെറിയ ഗുലിക്ക് അങ്ങനെ ചൊല്ലി എല്ലാവരും എന്തിനെ സബ്ബിഹു മിഅ എല്ലാവരും 100 വട്ടം തസ്ബീഹ് ചൊല്ലും. എല്ലാവരും സുബ്ഹാനല്ലാഹ് 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 ഉപാസിങ്ങനെ 100 കല്ലിട്ടാൽ പിന്നെ ഉപാസിങ്ങനെ കബ്ബിറു മിഅ എല്ലാവരും 100 വട്ടം തക്ബീർ ചൊല്ലും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. പിന്നെ അത് 100 വട്ടം ചൊല്ലാൽ പിന്നെ തഹല്ലീലു മിഅ എല്ലാവരും 100 വട്ടം തഹ്ലീൽ ചൊല്ലും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ഫസ്റ്റ് കാർ കാണിയ ഫസ്റ്റ് വേറൊരു സ്വഹാബി തിക്കറ് കാണി അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു തിക്കുന്നുണ്ട് നെനക്ക് പ്രകാരം അയാൾ പോയി തിക്കുന്നത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആക്കി ഉള്ളാർച്ചു. ആ സന്ദർഭത്തിൽ അയാൾ ഔദ്രോഡിയം വന്നിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടുള്ള ആൾമാരൊട്ടിക്ക് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലുമ്പോൾ പൽക്കുണ്ടോ എന്തിനെ തിക്ക് നിങ്ങൾ ആക്കിക്കൊണ്ടുള്ളത് എന്തിനെ ആക്കിക്കൊണ്ടുള്ളത് ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ നിങ്ങൾ ചുറ്റും ചെയ്യിച്ചുകൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇട്ട ഡ്രസ് പോലും കൊണ്ടുപോയിട്ട് പോയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൂസാക്കിയ ഇട പോലും വടിഞ്ഞിട്ട് പോയിട്ടില്ല.
அப்பவே நீங்க இதில் புதியதை குமந்தாரா அப்ப சொன்னாரு யா அபா அப்துர் ரஹ்மான் யா அபு அப்துர் ரஹ்மான் இது நல்லதில்லை ನನ್ನ ಖೈರಲ್ಲ ಅಂತ ಬೇರೆ ಒಂದು ಉದ್ದೇಶ ಇಲ್ಲ ಸದ್ಯಕ್ಕೆ ಸದ್ಯ ಬಯಲಿಸಿದ ಬಲ್ಕೆಂದರೆ ಅನಂತೆ ಅವರು ಖೈರು ಇಲ್ಲ ಸೊಂದಿಲ್ಲ ಎತ್ತರ ಪ್ರಾಲ್ಮಾರ ಎತ್ತಿಕ್ಕಿರ ಖೈರು ಚೊಂದು ಬಿಯಾರಿಕಿರ ಆಯ್ಲ ಅಂಕದ್ರ ಕೂಲಿ ಎಲ್ಲ ಕಿಟ್ಟಾಂಡು ಬೋರ್ಡು ಚೊಂದಲದ ಎತ್ತಿಕ್ಕಿರ ಅಂಕೆ ಎಚ್ಚರಿಕೆ ಕೊಡುದು ಅಂಗ ಓಡಾಡಿದ ಮಲಿ ಹೆಂಗ ಅನಾಕಂಡ ಒಬ್ಬರು ಅಂಗ ಚಂದ ಇದ್ದು ಬೇರೆಂದು ಅಲ್ಲ ಅವ್ರು ಮಲಿಂದ ತೆಚ್ಚಿಂಗನ ಭಜನೆ ಚಂದ ಇಲ್ಲ അല്ലെങ്കിൽ ಬೇರೆದ ಅವ್ರು ಪಾಠ ಪಾಡಿ ಅಂಗ ಚಂದ ಇದ್ದರು ತಸ್ಬೀಹ್ ತಹಲೀಲ್ തക്ബീർ അപ്പൊ അങ്ങനെ ചൊല്ലുമ്പോൾ പോലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ഒരു രൂപത്തിൽ ചൊല്ലുമ്പോൾ പഠിപ്പാടിത്തില്ലല്ലേ ചൊല്ലിയിരിക്കുന്ന സ്വഹാബിയങ്ങൾ ഓടുവാൻ അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുമ്പോഴത് അങ്ങ് ഏത് നല്ലതാക്കിയല്ലോ ഞങ്ങൾക്ക് എന്തുകൊണ്ടു ഞങ്ങൾക്ക് ഇസ്ലാമിൽ എന്തുകൊണ്ടു കറക്റ്റ് ആയിട്ടുള്ള ഒരു മാർഗം ആ മാർഗത്തിൽ ഉള്ളതേറ്റിട്ട് ഞങ്ങൾ ആക്കാൻ പറ്റില്ല ഇബാദത്തായെങ്കിലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് എങ്ങനെ കാട്ടിയത് എങ്ങനെ ആഗ്രഹിച്ചത് ആ രൂപത്തിലാണ് ആഗ്രഹിച്ചിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിൽ പോലും എന്താക്കാറ് 3 ആൾമാർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔത്തുക്ക് വന്ന നബി ഔത്തില്ല നബി ബിന്നൈമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡെയിലി ലൈഫ് നബി ആക്കിയ ഇബാദത്തിന്റെ വിഷയം കേട്ട നബി എത്ര സ്റ്റേജ് നബി എത്ര നോമ്പ് പിടിക്കരുത് നബി എത്ര ദിക്ർ എടുക്കരുത് അങ്ങനെല്ലാം കേട്ടിട്ട് ലാസ്റ്റ് നമുക്ക് അജീബ് വണ്ടർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയെങ്കിൽ അല്ലാഹുവേ നബി അല്ലാഹു എല്ലാ ചെറിയ വലിയ ദോഷത്തെ നബിക്ക് മാഫാക്കി കൊടുത്താൽ നബി സ്വർഗ്ഗത്തിലേക്ക് ഞങ്ങൾ അങ്ങനല്ല അതുകൊണ്ട് ഞങ്ങൾ സ്വർഗ്ഗത്ത് പോകുന്നെങ്കിൽ എന്തിനാക്കണം ഞങ്ങൾ അത് രണ്ടിയാറ് അമലാക്കണം അങ്ങനെ 3 സ്വഹാബിയങ്ങളിൽ ഒരാൾ തീരുമാനമാക്കി ഞാൻ ഈ ജാമന പറഞ്ഞില്ല ജാമന കംപ്ലീറ്റ് ആണ് ഉണ്ടാക്കാൻ വേറെ സ്വഭാവത്തിൽ എന്റെ ലൈഫിലു എന്താവില്ല മങ്ങിലായെങ്കിൽ ഫാമിലി മക്കളായെങ്കിൽ അങ്ങനെ ബിസിയിൽ പിന്നെ നമുക്ക് ഇബാദത്ത് ടൈം കിട്ടും ദൂരത്തിന് മങ്ങിലാവും ഒന്നാമത്തെ സ്വഭാവി ചൊന്തു ഞാന് ഡെയിലി എല്ലാ നാളും ഞാൻ നോമ്പ് പിടിക്കാം അങ്ങ് പോയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔത്തുക്ക് വന്നാൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഷിനാശന ഇങ്ങനെ 3-4 മാർഗം തിന്നാറ് ഇങ്ങനെ തീരുമാനം എടുത്ത് പോയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3-4 മാരെ വിളിച്ചു തങ്ങളുടെ സ്വന്തം അൻതുമുല്ലദീന ഖുൽതും കദാ വകദാ നിങ്ങൾ ഈ രൂപത്തിലെല്ലാം ചെന്നു പോയങ്ങ അതിൽ പിന്നെ ചെന്നു പോയപ്പോൾ അമാ വല്ലാഹി ഇന്നി ലഅഖ്ശാകും ഇദാ നിങ്ങളുടെ കൂട്ടത്തില് എല്ലാ തന്റെ അള്ളാഹുവിനെ പേടിക്കുന്നവനാണ് അള്ളാഹുവിന്റെ എല്ലാ തന്റെ തഖ്വയുള്ളവനാണ് ആ പടിപാട്ടാത്ത രൂപത്തിലുള്ള അതിനാണ്ട് വലിയൊരു ഖുശൂ ഒരു തഖ്വ അതിൽ ನನ್ನ ವಸತಿಲಾಕಿ ನೀ ಅಸುಮು ನಾನು ನೋವು പിടിക്കാണ്ടിരിക്കുക நான் ஜாமன் நிஸ்கரிக்கிறேன் ஜாமன் உறங்குறேன் ஜட்டு ஆக்குறேன் நான் பெண்ணியமாற வெங்கிலம் இதை நல்ல சொன்ன நான் காட்டியது நீங்க எத்திக்கிறோம் ஜாமன் கம்ப்ளீட் நிஸ்கரிங்க படிப்பாட்டிதீங்க ஒரு எல்லா நாளும் நோம்பிடிக்க படிப்பாட்டிதீங்கல்ல நல்லது മംഗലാവാണ്ട് കുടുംബത്തിൽ നിന്നെല്ലാം ദൂരത്തിൽ നിന്ന് ഒരു സന്യാസിയെ ചെയ്തു പഠിപ്പാട്ടിതീനല്ല നല്ലതീൻ അതുകൊണ്ട് സുന്നതി ഫലൈസ മിന്നി എന്റെ സുന്നത്തിൽ നിന്ന് ആര് മുഖത്തിരിച്ചിട്ട് കൊണ്ടാറ അവൻ നണ്ടാലല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലത്തെ സഹോദരന്മാരെ ഈ ഒരു അടിസ്ഥാനപരമായ വിഷയം മനസ്സിലാക്കാം. ഈ വിഷയം മനസ്സിലാക്കിയിരിക്കുന്ന എല്ലാ വിഷയത്തിലും ഉണ്ടാക്കുമ്പോൾ കമ്പയർ ആക്കുമ്പോൾ ഒരു സ്വലാത്ത് കേട്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിക്ർ കേട്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നിസ്കാരം കേട്ടെങ്കിൽ ഒരു നോമ്പ് കേട്ടെങ്കിൽ അങ്ങനെ ആക്കുമ്പോൾ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം എന്തെന്ത് നിസ്കാരങ്ങളുണ്ട് ആൾമാരുടെ സ്വലാത്തു റഗായിബ് ചൊല്ലുന്ന നിസ്കാരം സ്വലാത്തു തസ്ബീഹ് ചൊല്ലുന്ന നിസ്കാരം അങ്ങനെ വേറെ വേറെ നിസ്കാരം നിസ്കരിച്ചില്ല ഓരോടിയൽ അതേപോലെ വേറെ വേറെ നോമ്പ് മീറാജിന്റെ നോമ്പ് ചൊല്ലുന്ന നോമ്പ് രജബിന്റെ നോമ്പ് ചൊല്ലുന്ന നോമ്പ് ഇങ്ങനത്തെ നോമ്പ് ഇതെല്ലാം ഉണ്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടില്ല ഞങ്ങൾ നോക്കണം ഇല്ലാണ്ടായി പിന്നെ എന്ത് കിടക്കണം പഠിപ്പാട്ടി തിരുത്തറുണ്ട് എല്ലാ തിങ്കളാഴ്ച നോമ്പിടിക്കുക പഠിപ്പാട്ടി അത് ഞങ്ങൾ പിടിക്കണം
എല്ലാ വേലാസം നോമ്പിടിക്ക് സുന്നത്തൈത്തുള്ളത് അതിനൊക്കെ എടുക്കാം. തിങ്കൾ അയ്യാമൽ വീത് നോമ്പിടിക്ക് പഠിപ്പാടുത്ത് എല്ലാ തിങ്കളുടെ മാദത്തെ കണക്കിൽ 13 പോണഞ്ചി ഈ 3 നാളിൽ ഞങ്ങൾക്ക് പിടിക്കാം. അറഫ നോമ്പ് ഞങ്ങൾക്ക് പഠിപ്പാട്ടിട്ട് മഹറം നോമ്പ് ഞങ്ങൾക്ക് പഠിപ്പാട്ടിട്ട് ഇങ്ങനത്തെ നോമ്പെല്ലാം ഞങ്ങൾക്ക് എന്താക്കാൻ ഞങ്ങൾക്ക് പിടിക്കണം. പഠിപ്പാട്ടാത്തവരോട് എന്തിനു പോകണം, വെറുതെ പോകും. ഞങ്ങൾക്ക് അത് കൂലി കിട്ടില്ല, മാത്രമല്ല ശിക്ഷ ആലോചന വിദ്യാർത്ഥിയുടെ അപകട അള്ളാഹു സുബ്ഹാനഹു വ തആല ഈവൻ തൗബത്തെ പോലും തടഞ്ഞിട്ട് വെക്കറ ചുണ്ടലതൈತಿ വിദ്യാർത്ഥികൾ ആൽമാരെ തൗബത്തെ പോലും അല്ലാഹു അക്സെപ്റ്റ് ആ ഖിയാമത്ത് നാളിൽ ഹൗദുൽ കൗസർ തന്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഡിസ്ട്രിബ്യൂട്ട് ആക്കற പോത്ര അവസ്ഥ. ആ സന്ദർഭത്തിൽ നബിയുടെ ഉമ്മത്തിനെല്ലാം വന്ന് നബിയിൽ ആ തന്നിനെ സ്വീകരിക്കുക. പാലുരാണ്ടി ബെത്തതും കസ്തൂരാണ്ടി കമ്മനം തേൻരാണ്ടി മധുരലെ പൊക്കാത്തന്നി വർക്ക കുടിച്ചെങ്കിൽ വർക്കത് താകാ ചുറ്റുന്നത് ബറാത്തെ പൊക്ക ആ തന്നി ഉമ്മത്ത് കൊടുക്കുന്നത് ഒരു ആൾമാർ ഭണ്ടാർ നബിയുടെ ഉമ്മത്ത് ചുറ്റുന്ന നബിക്ക് പിടിയവർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൈക്കാലെല്ലാം ബെത്തിരിക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉദൂരെ ആ അടയാളത്തിൽ കൈക്കാൽ ബെത്ത കൈത്തരണ്ട ഉമ്മത്തിനങ്ങ് പ്രത്യക്ഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടി അങ്ങനെ വരുമ്പോ അങ്ങനെ നടുവുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടുവുൽ ഒരു അഡ്ഡപോൾ ഒരു മരപോൾ അങ്ങ് വരം കാവാത്ത രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഉമ്മത്തല്ലേ വിടോറും സുന്നത്ത് പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷയിക്കിട്ട് നബിയെ നിക്ക് ಬಿಡಿಲ್ಲ നിന്റെ പിന്നെ ഇങ്ങ ദീൻ എന്തെല്ലാം ചേഞ്ചസ് കൊമന്നാകും. അതായത് ഈ പരിപാടി ദീനല്ല ഇങ്ങ ഫോളോ ആക്കിയത് ചെയ്യിച്ചത്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുകൊണ്ട് പൽകൊണ്ട് ദൂരെ പോരും, നിങ്ങൾ ദൂരെ പോരും. ഹൗദുൽ കൗസർ ആ തന്നി പോലും കുടിക്കുള്ള സൗഭാഗ്യം കിട്ടാത്ത ആൾമാരെ ഇത് കൊണ്ടാണ് ചുറ്റുന്നതേറ്റിക്കറ് അങ്ങാ ചുറ്റുന്നതിനെ മനസ്സിലാക്കുക. അതുകൊണ്ട് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടി ദീൻ എന്തിനെ ചുറ്റുന്നത് വ്യക്തമായിട്ടുള്ളൂ. ആ ദീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിൽ പൂർത്തിയായിരുന്നു. ആ ദീൻ അതേപോലെ സ്വഹാബിനാണ് എത്തുവാട്ടി തന്നറാറ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇ ആ സ്പീച്ചിലെ ദിക്ർ സ്വഹാബിനക്ക് ഈ ദീൻ എത്തുവാട്ടി കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശപ്പെട്ടത് ബല്ലിഗു അന്നി വലൗ ആയ നന്നൽ ഒരു ആയത്തെങ്കിലും എത്തുവാട്ടി കൊടുക്കും. അതേപോലെ ഫല്ലിബല്ലി ഷാഹിദ് ഗായിബ് ഇത് ഹാജറുള്ള ഹാജറില്ലാത്ത എത്തുവാട്ടി കൊടുക്കും. ചൊന്നതിന്റെ ഭാഗത്ത് അങ്ങ ആ മക്ക ആ മദീന ചുറ്റുള്ള ರಾಯത്തെ ಬಿಟ್ಟು ತಲ್ಲಂ ವಿದೂರ ಪ್ರದೇಶಗಳೆಲ್ಲ ಹೋಯ್ತು ಈ ದೀನ್ ಎತ್ತುವಾಟ್ಯಾರ ಅದರ ಭಾಗ ಇದು ನಂಗೆ ದೀನ್ ಗಿಟ್ಟಿತ್ತು ನಂಗೆ ದೀನ್ ಮನಸ್ಲಾಕ್ಯ ಆಂಗ್ಲ ದೀನ್ ಮನಸ್ಲಾಕ್ಯ ನಂಗೋಡ ಚೈಕುಮದು ಚೊಮ್ಮೆ ಆಲ್ಬಾರ್ ದೀನಕ್ಕೆ ವಿರುದ್ಧ ಇತ್ತಲ್ಲ ಪ್ರವರ್ತನೆಲ್ಲ ಆಕಂತ ಖಂಡಿತ ನಂಗೆ ವರ್ಗದು ಆ ವಂಚನೆ ಕುಡಿಗಿತ್ತು ಹೋಗ ದೀರ ದೇಶಗಳು ಆಲ್ಮಾರ್ ಚೊಲ್ಲಿದ್ರೆ ನಂಗೆ ಹಬ್ಬ ಮಾರ ಹಾಕಿ ತಿನ್ನಾರ ನಂಗೆ ಉಮ್ಮ ಮಾರ ಹಾಕಿ ತಿನ್ನಾರ ಮುಂದೊಂದು 5 ವರ್ಷ ಮುಂದೊಂದು ಹಂಗ ನಿಂತ 4 ವರ್ಷ ಮುಂದೊಂದು ಹಂಗ ನಿಂತ 30 ವರ್ಷ ಮುಂದೊಂದು ಹಂಗ ನಿಂತ ಚುನ್ನ ಕೇಕ ನಂಗೆ 4 ವರ್ಷ 5 ವರ್ಷ ಹಬ್ಬರ ಉಮ್ಮರಲ್ಲಿ ನೋವುಗಳದಲ್ಲ ನಂಗೆ ನೋಡ್ಬೇಕು റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ 1400 വർഷத்துக்கு ಅದರ ಮುಂದೋರು 1400 ವರ್ಷத்துக்கு ಮುಂದೋರು ಅಪ್ಪ ಇಂತ ಇದು അങ്ങനെ കേൾക്കുമ്പോൾ അപ്പ ഇന്നുണ്ടായ ಅದರ ദീനി ഇത്തരം കിടക്കും. ആ ടൈമിൽ ഇല്ലാത്തത് അത് ഞങ്ങൾ അബ്ബമാരാക്കി തിന്നെങ്കിലും ഞങ്ങളെ ബോബമാർ ഞങ്ങൾ റായത്ത് ഉസ്താദ്മാർ ആറാക്കി തിന്നെങ്കിലും ಅದೆಲ್ಲ ದೀನ್ ಚೊಂದದ ಎಂದಾಕ മനസ്സിലാക്കി തിക്കണം. ആ രൂപത്തിൽ ദീന്റെ വിഷയം പഠിച്ചിട്ട് മനസ്സിലാക്കി ഉൾക്കൊണ്ടിട്ട് മുന്നോട്ട് പോകുന്ന ചൊന്തലത്തെ എത്തിക്കറ് ഓരോരുത്തരുടെയും ചൊല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ അല്ലാഹുവിന്റെ ഹഖൈത്തുൽ ദീൻ അത് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് മനസ്സിലാക്കി ഉൾക്കൊണ്ടിട്ട് മുന്നോട്ട് പോകുന്ന തൗഫീഖ് എല്ലാവർക്കും കറക്റ്റ് ഞങ്ങൾക്ക് ചെലവിൽ എല്ലാ തപ്പും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫാക്കി കറക്റ്റ് ഞങ്ങളുടെ കൂട്ടത്തിൽ ചുമ്മാ ശാരീരിക മാനസിക ആത്മീയ കഷ്ടപ്പെട്ടുള്ള സീറ്റ് കൊണ്ട് കഷ്ടപ്പെട്ട സഹോദരന്മാർ ഏർപ്പെടിനും പുറത്തില്ലാത്ത എല്ലാവരുടെ വിഷയം അറിയാവുന്ന മാത്രമേ അവർക്ക് നല്ല രൂപത്തെ പരിഹാരത്തിന് കൊടുത്തിരട്ടെ. അങ്ങനെ സീക്ര പൂർണ്ണത്തിലുള്ള രൂപത്തിൽ കൊടുത്തിരട്ടെ. ദീനക്ക് ഇത് പ്രയത്ന സഹോദരന്മാർ അങ്ങനെ എല്ലാവരും പ്രയത്നത്തെ അല്ലാഹുവിനെ കബൂലാക്കിയിരട്ടെ. ഈ ദീൻ ഈ രായത്ത് നല്ലപോലെ നിലനിൽക്കും അത് വേർപിടിക്കും. ഈ ദീന്റെ യഥാർത്ഥത്തിലുള്ള മുഖ ഈ രാജ്യത്തെ എല്ലാ ആൾമാർക്കും എത്ര പോലത്തെ ഒരു മാഹോൽ റബ്ബാനി ഉണ്ടാക്കി റബ്ബ് ഈ ദീനിൽ കെട്ടിനിക്കുമ്പോൾ തൗഫീഖ് റബ്ബാനി തന്ന റബ്ബ് അല്ലാഹു മർക്കിനോട് തോന്നും ദീനിൽ കെട്ടിനിട്ട് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന കലിമത്ത് ചൊല്ലുന്ന മരിക്കുമ്പോൾ തൗഫീഖ് തന്ന റബ്ബ് റബ്ബന ആതിനാ ഫി ദുനിയ ഹസന വഫി ആഖിറതി ഹസന വഖിനാ അദാബന്നാർ റബ്ബന ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ وهب لنا من لدنك رحمة إنك أنت الوهاب ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك
إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين صلى الله على محمد وعلى آله وصحبه أجمعين. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ಮೊದಲಾಗಿ ಇಂದು ನಡೆದ ಮದ್ರಸಾ ಅಲ್ ಮರಿಯಂ ಸ್ಟೂಡೆಂಟ್ ಟ್ಯಾಲೆಂಟ್ ಪ್ರೋಗ್ರಾಮ್ ಅನ್ನು ಯಶಸ್ವಿಯಾಗಿ ನೆರವೇರಲು ತೌಫೀಕ್ ನೀಡಿದ ಅಲ್ಲಾಹನಿಗೆ ಸರ್ವಸ್ತುತಿ. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ. ನಮ್ಮ ಮಾನ್ಯ ಮುಖ್ಯ ಅತಿಥಿಯಾಗಿರುವ ಡಾಕ್ಟರ್ ಹಫೀಜ್ ಸಲಾಹಿ ಸಾಬ್ರಿಗೆ ಪೂರ್ವಕ ಧನ್ಯವಾದಗಳು. ನಿಮ್ಮ ಮಾತುಗಳು ನಮ್ಮ ವಿದ್ಯಾರ್ಥಿಗಳಿಗೂ ಪೋಷಕರಿಗೂ ಮತ್ತು ಎಲ್ಲಾ ಸಹೋದರರಿಗೂ ಉಪಯುಕ್ತವಾಗಲಿ ಎಂದು ದುಆ ಮಾಡುತ್ತೇನೆ. ಹಾಗೆಯೇ ನಮ್ಮ ಚೀಫ್ ಗೆಸ್ಟ್ ಅಬ್ದುಲ್ ರಹಮಾನ್ ಕದ್ದಾರ್ ಸಾಬ್ರಿಗೂ ವಿಶೇಷ ಧನ್ಯವಾದಗಳು. ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬಂದದ್ದಕ್ಕಾಗಿ ಮತ್ತು ನಮ್ಮ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ನೀಡಿದ ಬೆಂಬಲಕ್ಕಾಗಿ ಜಜಾಕಲ್ಲಾಹು ಖೈರ್. ನಮ್ಮ ಮಸ್ಜಿದ್ ಮತ್ತು ಸಮುದಾಯದಲ್ಲಿ ಸೇವೆ ಸಲ್ಲಿಸುತ್ತಿರುವ ನಮ್ಮ ಮಸೀದಿಯ ಇಮಾಮರು ಮೌಲವಿ ಬಿಲಾಲ್ ಕೊಚ್ಚಿ ಸಾಬ್ರಿಗೂ ಧನ್ಯವಾದಗಳು. ಮಸೀದಿ ಅಧ್ಯಕ್ಷರಾದ ಹಾಜಿ ಇಸಾಕ್ ಹಾಜಿ ಅವರಿಗೆ ಧನ್ಯವಾದಗಳು. ಮಸೀದಿ ಮುಅಜ್ಜಿನ್ ಹಾಗೂ ನಮ್ಮ ಸಂಸ್ಥೆಯ ಸಾಮಾಜಿಕ ಜಾಲತಾಣದ ನಿರ್ವಾಹಕರಾದ ರಿಹಾನ್ ಉಸ್ತಾದ್ರವರಿಗೂ ಧನ್ಯವಾದಗಳು. ಕಾರ್ಯಕ್ರಮಕ್ಕೆ ನೀಡಿದ ಮಾರ್ಗದರ್ಶನ ಮತ್ತು ಸೂಚನೆಗಳಿಗೆ ನಾವು ಕೃತಜ್ಞರಾಗಿದ್ದೇವೆ. ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಪರಿಶ್ರಮದಿಂದ ಸಿದ್ಧಗೊಳಿಸಿದ ಇಸ್ಲಾಮಿಕ್ ಎಜುಕೇಶನ್ ಸೆಂಟರ್ ಮುಂಚನೆ ಸದಸ್ಯರು, ಶಿಕ್ಷಕರು ಹಾಗೂ ಸ್ವಯಂ ಸೇವಕರಿಗೂ ಪೂರ್ವಕ ಧನ್ಯವಾದಗಳು. ನಿಮ್ಮ ಶ್ರಮವೇ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಸುಂದರವಾಗಿ ನಡೆಸಲು ಕಾರಣವಾಗಿದೆ. ಇಂದು ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಗಮಿಸಿದ ಪೋಷಕರು, ಸಹೋದರರು ಮತ್ತು ಸಹೋದರಿಯರೇ, ನಿಮ್ಮ ಹಾಜರಾತಿಗೆ ನಾವು ಗೌರವ ನೀಡಿ ಧನ್ಯವಾದ ಅರ್ಪಿಸುತ್ತಿದ್ದೇವೆ. ಮಹಿಳೆಯರಿಗಾಗಿ ವ್ಯವಸ್ಥೆ ಮಾಡಿದ ಸ್ಥಳವನ್ನು ಉಪಯೋಗಿಸಿಕೊಂಡು ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬೆಂಬಲ ನೀಡಿದ ಸಹೋದರಿಯರಿಗೂ ಧನ್ಯವಾದಗಳು. ಇಂದು ತಮ್ಮ ಪ್ರತಿಭೆಗಳನ್ನು ಪ್ರದರ್ಶಿಸಿದ ನಮ್ಮ ಪ್ರೀತಿಯ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ವಿಶೇಷ ಅಭಿನಂದನೆಗಳು. ನಿಮ್ಮಲ್ಲಿರುವ ಕೌಶಲ್ಯಗಳು ಇನ್ನಷ್ಟು ಬೆಳಗಲಿ ಎಂದು ಅಲ್ಲಾಹ್ನಲ್ಲಿ ದುಆ ಮಾಡುತ್ತೇನೆ. ಕೊನೆಗೆ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ನೆರವಾಗಿ ಅಥವಾ ಪರೋಕ್ಷವಾಗಿ ಸಹಾಯ ಮಾಡಿದ ಪ್ರತಿಯೊಬ್ಬರಿಗೂ ಜಜಾಕಲ್ಲಾಹು ಖೈರನ್ ವ ಬಾರಕಲ್ಲಾಹು ಫೀಕ್. ಅಲ್ಲಾಹು ತಾಲಾ ನಿಮ್ಮ ಎಲ್ಲಾ ಪ್ರಯತ್ನಗಳನ್ನು ಕಬೂಲ್ ಮಾಡಲಿ ಹಾಗೂ ಬರ್ಕತ್ ನೀಡಲಿ ಎಂದು ಆಶಿಸುತ್ತಾ ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು.